പരാതിയായിട്ട് പോയപ്പോൾ വലിയ സപ്പോർട്ടൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ പിറകിൽ KT ജലീലാണെന്ന് അറിഞ്ഞോടുകൂടെ എല്ലാവരും ഞങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളോട് നല്ല അനുഭവമുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉള്ള ആളാരാണെന്ന് കാണുമ്പോൾ ഉടനെ എല്ലാവരും നിസ്സഹായരാണ്. സ്റ്റാഫിനെയൊക്കെ പുറത്താക്കി, സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്താക്കിയിട്ട് ജലീൽ സാറ് വാതിലടപ്പിച്ചിട്ട് പിന്നെ സൂപ്രണ്ടും ഞാനും ജലീൽ സാറ് മാത്രമേ. ജലീൽ സാർ എന്നോട് പറയുന്നു, നിങ്ങൾ പരാതി പിൻവലിച്ച് സ്മൂത്തായിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. മിനിസ്റ്ററിൻ്റെ ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ മിനിസ്റ്റർ നീയും കുട്ടിയും കൂടി പോണ ബൈക്കിൻ്റെ നമ്പരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്, നിന്നെ പെടുത്തും, പരാതി പിൻവലിപ്പിക്കാൻ നോക്കും. എൻ്റെ പുറകെ വരുന്നുണ്ട്. അതുപോലെ പിന്നെ കാറിൽ വരുന്നു, ബൈക്കിൽ വരുന്നു. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ അവിടെയുണ്ട്. ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ ബൈക്ക് വെച്ചിട്ട് തിരിഞ്ഞപ്പുറത്ത് വരുമ്പോൾ അവന്മാർ അപ്പുറത്ത് വന്ന് നിൽപ്പുണ്ട്. കാറിലിരുന്നും ഞാൻ കുട്ടിയെ പോകുമ്പോൾ കാറിൽ പിന്നെ ഇരുന്നുണ്ട്, ബാക്കിൽ ഇരുന്നുണ്ട് എന്നെ തലയിട്ട് പുറത്തേക്ക് കാണിക്കും, വണ്ടി ഇട്ടേക്കുക. എന്നാൽ പുറകെ ഞങ്ങളുണ്ടെന്ന് എനിക്ക് കാണിക്കാൻ വേണ്ടിയാണ്. അന്നേരം നമുക്ക് അത്ര ആശങ്ക തോന്നിയില്ല. പക്ഷേ ജലീൽ വന്ന് ഈ പറഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഇനി അങ്ങ് നിൽക്കണ്ടെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നാട് വിട്ട് രാവിലെ തന്നെ ഇങ്ങനെ പോരുന്നു. പിന്നെ അതിനോടൊപ്പം ജലീൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനന്ന് പറഞ്ഞതാണ്, ഞാൻ കരിമിനെ വഴക്കടിയാണ് ചെയ്തത്, അങ്ങനെ ഫുഡ് വിളമ്പാനല്ല ഇവിടെ ജീവനക്കാരുള്ളത്, നിനക്ക് തന്നെ നിർത്തിയേക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. കുക്കിനോട് പറഞ്ഞത് നിങ്ങൾ ഇവർക്കും കൂടി വിളമ്പി കൊടുക്ക്. അപ്പോൾ പിന്നെ ജലീൽ പച്ചക്കള്ളം സ്വാഭാവികമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നമുക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. വീണ്ടും ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ഓർഡർ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ വകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചർക്ക് അപ്പുറമുള്ള ഇടപെടൽ അവിടെ നടക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒരു സംശയം, കാര്യം ഇതിനപ്പുറം വകുപ്പ് മന്ത്രിക്ക് അപ്പോൾ ഇടപെടണമെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് കാണുമെന്നാണ് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നത്. അപ്പോൾ ഇതിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് 6 പോലീസുകാർ വന്ന് ഭീകരന്മാരെ പിടിക്കുന്ന പോലെ വളഞ്ഞിട്ട് പിടിച്ചതിനെ കൊണ്ട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഞങ്ങൾ 100% സത്യമായതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 1% നമ്മൾ വാസ്തവിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് നമ്മുടെ 99% സത്യത്തെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ചേട്ടന് വീണ്ടും ചേട്ടനെ വേട്ടയാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ഞങ്ങൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ സർക്കാരിനെ സേവിച്ചിട്ട് ഞങ്ങളുടെ ഈ ആത്മാർത്ഥതയും സത്യസന്ധതയും സർക്കാരിന് വേണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ കീഴിൽ ഞങ്ങൾക്കും ജോലി ചെയ്യാൻ താല്പര്യമില്ല. നമ്മളതൊക്കെ ക്ഷമിച്ച് നമ്മൾ എല്ലാം സഹിച്ച് നമ്മൾ വിട്ടിട്ട് പോകുന്നതാണ്. നമ്മളായിട്ടൊന്നും ആർക്കും ആരെയും ശിക്ഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ദൈവം തന്നെയാണ് എല്ലാം. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരോടും പരിഭവം കാണിച്ചിട്ട് കാര്യമില്ല. ഞാനതെങ്ങനെ തരണം ചെയ്തു എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആ ഒരു ഇതിലൂടെ പോകുമ്പോൾ സാധാരണ ആളുകൾ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അതാണ് ചെയ്യണത്. അപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഈ താല്പര്യത്തിന് എന്തിനാണോ അതിന് വഴങ്ങിക്കൊടുക്കും. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താതെ ഞങ്ങളൊരു വ്യക്തികളായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ അന്നേ ഉണ്ടായി പ്രശ്നം പരിഹരിക്കപ്പെടും. എല്ലാവരും വന്ന് ഞങ്ങളങ്ങ് ഭീഷണിപ്പെടുത്തുക. ആരും ഞങ്ങൾ ഒരു വ്യക്തി എന്ന രീതിയിലൊരു പരിഗണന തരുന്നില്ല. ആരും ചോദിക്കാനോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഏതോ ഇവിടുന്ന് വന്ന ആ രീതിയിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് പ്രശ്നം മുക്ക് വരും ഒക്കെ. അതുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് വഴങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സഹനത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരും, ഞങ്ങളുടെ തലമുറ കഴിയുന്നതിന് മുന്നേ. നമസ്കാരം. ദുഃഖ വെള്ളിയാഴ്ച പീഡാസഹനങ്ങളുടെ ഒരു ഓർമ്മയാണ്, കണ്ണീരനുഭവങ്ങളുടെ ഒരു ഓർമ്മയാണ്. 2000 വർഷം മുമ്പ് കർത്താവ് ഈശോ മിശിഹായെ പീഡാസഹനങ്ങൾക്ക് വിധേയമാക്കിയത് അന്നത്തെ അധികാരവർഗമായിരുന്നു. എന്നാൽ അർത്തുങ്കൽ സ്വദേശികളായ ജെയ്സൺ, അനിത ദമ്പതിമാർ കൊടിയ പീഡനങ്ങളിലൂടെ, കൊടിയ കണ്ണീരനുഭവങ്ങളിലൂടെ കടന്നുപോകാൻ ഇടയാകുന്നത് ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, പക്ഷപാതപരമായ പ്രവർത്തനങ്ങളാണ്. സ്വപ്നതുല്യമായ ഒരു സർക്കാർ ജോലി, മാസം ഇരുവർക്കും ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരുമാനമുള്ള ജോലി, സ്വന്തമായ വീട്, കിടപ്പാടം, അതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക്, അർത്തുങ്കലിലേക്ക് ഈ ദമ്പതിമാർ ഓടിപ്പോകാൻ ഇടയായ സാഹചര്യം എന്താണ്, കാരണം എന്താണ്, അതിന് ഉത്തരവാദികൾ ആരെല്ലാമാണ്? നമുക്ക് അന്വേഷിക്കാം, നമുക്ക് ചോദിച്ചറിയാം. ജെയ്സൺ ചേട്ടാ, അനിത മാഡം, സ്വാഗതം.
താങ്ക് യു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ ജോലി നമുക്കറിയാം ഇന്നത്തെ യുവജനങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെയധികം അധ്വാനിച്ച് നേടിയെടുക്കുന്ന ഒന്നാണ് ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ മികച്ചൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, നല്ല മികച്ച ശമ്പളം, സ്വന്തമായിട്ടുള്ളൊരു വീട്, കിടപ്പാട്, അതെല്ലാം ഉണ്ടായിരുന്നു മലപ്പുറത്ത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഈ സ്വദേശമായ അർത്തുങ്കലിലേക്ക് ഓടി വരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എൻ്റെ പേര് ജെയ്സൺ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കായിട്ട് ഞങ്ങൾ 8 മക്കളാണ്. അതിൽ എൻ്റെ ഒരു അനിയത്തി മരിച്ചു, ബാക്കി ഞങ്ങൾ 7 മക്കൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പിന്നെ എൻ്റെ അപ്പച്ചൻ ഞങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ, നമ്മളെടുക്കുന്ന നിലപാടുകൾ നമുക്ക് ശരിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും നിലപാടിൽ ഇന്ന് പിന്മാറാൻ പാടില്ല എന്നാണ്. 2004 ഞാൻ സർവീസിൽ പ്രവേശിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ 19 വർഷത്തെ സർവീസായി. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ്, മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടാണ് ജോലി പ്രവേശിച്ചത്. ഈ 18 വർഷത്തെ സർവീസിനിടയിൽ എൻ്റെ മേലുദ്യോഗസ്ഥരായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല. സിവിലായിട്ടോ ക്രിമിനലായിട്ടോ സർവീസ് സംബന്ധമായിട്ടോ എനിക്കെതിരെ ഒരു ആരോപണം പോലും ഉയർന്നിട്ടില്ല. 2016 വൈഫ് അവിടെ വിദ്യാഭ്യാസ വകുപ്പിൽ OA ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതിയിരുന്നത്, ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വൈഫിന് 5 വർഷം സർവീസ് ആകുമ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വൈഫിന് 2020 പിന്നെ സാമൂഹ്യനീതി വകുപ്പിൽ മേറ്ററിനായിട്ട് അഡ്വൈസ് വരുന്നത്. എവിടെയായിരുന്നു? തവനൂർ ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. ഇതെല്ലാം PSC എഴുതി കിട്ടുന്നത്? PSC എഴുതിയാണ്. അപ്പോൾ വീണ്ടും വൈഫിന് കുറച്ച് കാലം കഴിയും ഇങ്ങനെ നാട്ടിലേക്ക് പോരാൻ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം സർവീസ് കാലയളവ് മുഴുവൻ അവിടെ സെറ്റിൽ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വൈഫ് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ സ്ഥലവും വാങ്ങി വീടിൻ്റെ പണിയും തുടങ്ങി. വൈഫ് 2020 നവംബർ 6 ജോയിൻ ചെയ്യുന്നത്. പിന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ താളം തെറ്റാൻ തുടങ്ങിയത്. ആലിസ് പറയൂ. അത് ഞാൻ 2020 നവംബറിൽ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ മുൻ മേറ്റർ വന്ന് എന്നെ പരിചയപ്പെടുകയും ഇവിടുത്തെ സൂപ്രണ്ട് വളരെ സ്വാധീനമുള്ള ആളാണ്. KT ജലീലിൻ്റെ അടുത്ത സുഹൃത്തും സഹപാഠിയാണ്. അപ്പോൾ ഈ സാറാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. സാറിന് എന്ത് വിചാരിച്ചാലും സാറിന് നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് സ്വാധീനമുള്ള വ്യക്തിയാണെന്നൊക്കെ പറയുകയും, പിന്നെ ഈ സാർ ഓഫീസിൽ ഇരുന്നാണ് ചായ കുടിക്കണം. അപ്പോൾ ഗ്ലാസും പാത്രമൊക്കെ നമ്മൾ തന്നെ കിച്ചണിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ അന്ന് ഈ മാഡമായിരുന്നു പിന്നെ ഈ സൂപ്രണ്ടിന് ഭക്ഷണം വിളമ്പി കൊടുത്തത്. അപ്പോൾ ഞാനത് സഹായിച്ച്. അടുത്ത ദിവസം മാഡം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ ഈ സൂപ്രണ്ട് എന്നെ വന്ന് വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിന് അന്ന് ഫുഡ് സെർവ് ചെയ്യുകയും ചെയ്തു. അബ്ദുൽ കരീം. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന താമസക്കാരിൽ ചിലർ എന്നോട് പറഞ്ഞു, മോളെ ഇത് നിനക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അതോടെ പിന്നെ ഈ സൂപ്രണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിമാറാൻ തുടങ്ങി. ഡിസംബർ 14 സ്ഥാപനത്തിൽ വന്ന സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്മസ് അല്ലേ വന്നത്, സാലറി കിട്ടിയില്ലല്ലോ, പൈസ ഇവിടുന്ന് ആവശ്യമുള്ള പൈസ ഇവിടുന്ന് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഓൾഡ് ഏജ് ഹോമിലെ മറ്റ് സ്റ്റാഫുകൾ അങ്ങനെ പിന്നെ സാലറി കിട്ടാതെ വരുമ്പോൾ ക്യാഷ് അവിടെ നിന്ന് എടുക്കുകയും അവിടെ ഒരു പെറ്റി ബുക്കിൽ എഴുതിയും പിന്നെ സാലറി കിട്ടുമ്പോൾ തിരിച്ചു വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ ഈ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ജനുവരി 1 ഒരു ഓഡിറ്റ് ഉണ്ട്, ഹസ്ബൻഡിനെയും കുട്ടീനെയും പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം നൈറ്റ് ഞാൻ ഈ സൂപ്രണ്ടിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡിസംബർ 21 എനിക്ക് സാലറി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പിന്നെ പെറ്റി ബുക്കിൽ എഴുതിയിട്ട് ഈ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഓഫീസ് അറ്റൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് 10,000 രൂപ എടുക്കണം. അപ്പോൾ CCTV ഉള്ള സ്ഥാപനമാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാലറി എന്തുകൊണ്ട് കിട്ടുന്നില്ല, വൈകുന്നു, അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് മേലധികാരികളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് വൈകുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒന്നും പറയുന്നില്ല. ഒരു കാരണം കൂടാതെയാണ് എൻ്റെ സാലറി വൈകുന്നത്. അതായത് ഞാൻ പുതിയ ഫ്രഷ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് അല്ല. എൻ്റെ LPC മുന്നേ എനിക്ക് സ്പാർക്ക് വഴി പിന്നെ സാലറി എടുത്തോണ്ടിരുന്നതാണ്. LPC വന്നിട്ടുണ്ട്. അപ്പോൾ സാലറി അവിടെ തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് എന്നെ കൊണ്ട് പൈസ എടുപ്പിച്ചിട്ട് പിന്നെ ഞാനപ്പോൾ ഈ സാറിനോട് പറഞ്ഞിട്ടാണ് എടുത്തിട്ട് പോണത്. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞാൻ പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെത്തി. ഒരു 7:30 ആയപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഈ പിന്നെ സൂപ്പറിൻ്റെ ഒരു വോയിസ് വന്നേക്കുന്നത്, എന്നെ ശകാരിച്ചുകൊണ്ടുള്ള വോയിസാണ്. ഉടനെ തന്നെ പിന്നെ ഞാൻ നോക്കുമ്പോൾ ആരോട് ചോദിച്ചിട്ട് പൈസ എടുത്തെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ചേട്ടനെ വിളിച്ചിട്ട് ഈ ക്യാഷ് കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ട് തിരിച്ച് ഓഫീസ് അറ്റൻഡിനെ കൊണ്ട് ഏൽപ്പിക്കുന്നു.
അപ്പോൾ ഓഫീസറിനെ ഏൽപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഒരു ഏൽപ്പിച്ചിട്ട് സൂപ്പറിനെ വോയിസ് വിടുന്നുണ്ട്. അതെല്ലാം വോയിസ് ഉള്ളതാണ്. സാർ ഞാൻ പൈസ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എടുക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും വോയിസും ചാറ്റും ഒക്കെ ഉണ്ട്. ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാറിന് വോയിസ് വിട്ടു, ഈ കരീം സാറിന് വോയിസ് വിട്ടു. സാർ ഞാൻ പൈസ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. സാറന്ന് ഡിസംബർ 14 എന്നോട് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഇവിടുന്ന് പൈസ എടുത്തത് എന്നും പറഞ്ഞ് പിന്നെ പൈസ തിരിച്ചേൽപ്പിച്ചിട്ട് വോയിസ് ഇട്ടു. അപ്പോൾ ഡിസംബർ 22 ചെല്ലുമ്പോൾ ഈ സാറ് ഈ ഒറ്റ കാരണം മതി ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ ചാടിക്കയറി ഇങ്ങോട്ട് പോരും, ഇത് MSW-കാരാണ് മേറ്റനാകേണ്ടത്, അങ്ങനെ ഒരുപാട് എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കൂടാതെ എൻ്റെ താഴെയുള്ള ജീവനക്കാർ വെച്ച് എന്നെ അവഹേളിക്കാൻ ശ്രമിക്കും. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ പിന്നെ അതും കൂടാതെ ഈ ഓഡിറ്റിനുള്ള ദിവസം അടുത്ത് വരുന്തോറും എനിക്ക് ഭയമായി. അപ്പം ഞാൻ 25-ാം തീയതി ഞാൻ കരയണുണ്ട്, ചേട്ടൻ എന്നോട് വിഷയം എന്താണെന്ന് അന്വേഷിച്ചു. ഇത് പറഞ്ഞിട്ടില്ല. ചേട്ടന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചേട്ടന് അറിയായിരുന്നു. ഈ പൈസ അവിടെ കൊണ്ട് തിരിച്ചേൽപ്പിച്ചപ്പോൾ തന്നെ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ചേട്ടന് മനസ്സിലായിരുന്നു. 25-ാം തീയതിയാണ് ഞാൻ ചേട്ടനോട് പറയണത്, ചേട്ടാ എനിക്കിനി ആ സ്ഥാപനത്തിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഈ സൂപ്രണ്ട് എന്നോട് ഇങ്ങനത്തെ മോശമായ രീതിയിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 26-ാം തീയതി ചേട്ടൻ ഓഫീസിലോട്ട് പോണ വഴിക്ക് പിന്നെ ഓൾഡ് ഏജ് ഹോമിലോട്ട്, അപ്പോൾ എൻ്റെ കുട്ടീനെ 4 വയസ്സുള്ള കുട്ടിയുമായിട്ടാണ് ചേട്ടൻ പോണത്. അപ്പോൾ മോനുമായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ വരികയും, അപ്പോൾ അന്ന് അവിടെ പിന്നെ ഈ സൂപ്രണ്ട് ഇല്ലായിരുന്നു. മറ്റ് എൻ്റെ താഴെയുള്ള ജീവനക്കാർ ചേട്ടനുമായിട്ട് സംസാരം ഉണ്ടായി. ചേട്ടൻ വൈകാരികമായിട്ട് സംസാരിച്ചതിനപ്പുറം ഒരു തെറ്റും ചെയ്തു. ഞാൻ അവിടെ ചെന്നിട്ട് അത് കൊറോണയുടെ സാഹചര്യമാണല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ വർഷം പറയുന്നത് 2020 ഡിസംബർ അല്ലേ? 2020 ഡിസംബർ കൊറോണയുടെ സാഹചര്യമാണ്. ഞാൻ വൈഫ് ജോയിൻ ചെയ്യാൻ അവിടെ ചെന്നിട്ടുള്ള ഞാൻ ആ സ്ഥാപനത്തിന് ഉള്ളിൽ കയറിയിട്ടില്ല. കൊറോണയുടെ സാഹചര്യമാണ്. നമ്മളവിടെ പിന്നെ പ്രായമായിട്ടുള്ളവരാണ്. അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ഞാൻ ബെല്ലടിച്ചു, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ആരെയും കാണാനായിട്ട് അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് ഇറങ്ങിയ വൈഫ് മേളിലാണ് നിൽക്കണേ. കുട്ടി അങ്ങോട്ട് പോയി, ഞാനും പുറകെ ചെന്നപ്പോൾ ഇവന്മാർ ആരോട് ചോദിച്ചിട്ട് കയറി വെച്ചിട്ട് 3 സ്റ്റാഫുണ്ട്. അത് അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികളാണ്. അവിടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സൂപ്പറിനെ മാത്രം സേവിച്ചാൽ മതി, ഈ അന്തേവാസികളൊന്നും സേവിക്കേണ്ട, അതൊരു സൗകര്യമാക്കി എടുക്കുക, ജീവനക്കാരും അതൊരു സൗകര്യമായിട്ട് എടുക്കുക. അങ്ങനെ ഒരു സെറ്റപ്പാണ് അവിടെ കണ്ടുവരുന്നത്. വൈഫ് അവിടെ ജോയിൻ ചെന്നപ്പോൾ തൊട്ടേ ആ പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഈ ഫീമെയിലായിട്ടുള്ള കിടപ്പുരോഗികൾക്ക് പ്രശ്നമില്ല, അതുപോലെ നടക്കുന്നവർക്കും പ്രശ്നമില്ല. ഈ കിടപ്പുരോഗികൾ മെയിലായിട്ടുള്ള 7 കിടപ്പുരോഗികളുണ്ടെന്ന് അവർക്ക് 7 പേരെയും വല്ലാത്ത രീതിയിലുള്ള ഒരു പരിഗണന, ഒട്ടും പരിഗണനയില്ല. അവർക്ക് ഈ ഫുഡ് അങ്ങോട്ട് കൊണ്ടേ ഇട്ട് കൊടുക്കുക, അവിടെ ഉറുമ്പരിച്ച് കിടക്കുക, ഇതൊക്കെ വൈഫ് അന്ന് പിന്നെ ഈ വൈഫ് പറഞ്ഞിട്ട് ഈ ജീവനക്കാരെ അനുസരിക്കാവുന്നിട്ട് തർക്കമൊക്കെ ഉണ്ട്. അപ്പോൾ വൈഫ് അത് വീഡിയോ എടുത്തായിരുന്നു, ഈ മുറുമ്പരിച്ച് കിടക്കുന്നതൊക്കെ വീഡിയോ എടുത്തായിരുന്നു. ഈ 22-ാം തീയതി സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ പൈസ തിരിച്ചു വെച്ചിട്ട് 21-ാം തീയതി രാത്രി പൈസ തിരിച്ചു വെച്ചിട്ട് ഞാൻ വന്നിട്ട് ഈ സൂപ്പറിനെ ഒന്ന് വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിക്കുമ്പോൾ സൂപ്പറിനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് സാറിനോട് ചോദിച്ചു. പിന്നെ അപ്പോൾ സാറ് പറയുന്നത് ഞാൻ പറഞ്ഞത് പൈസ എടുത്തോളാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ വേറെ ആരോടെങ്കിലും വാങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്, അല്ലാതെ ഓഫീസിലെ പൈസ എടുക്കാനല്ല പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ അത് പിന്നെ സാറിനറിയാം, വൈഫിനും അറിയാം ഏത് പൈസ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം അന്ന് പിന്നെ കുക്ക് 12,000-11,000 രൂപ അന്ന് എടുത്തിട്ടുണ്ട്. എപ്പോഴും എടുക്കണം, വൈഫ് മാത്രമേ എടുക്കാവുള്ളൂ, ആദ്യമായിട്ട് എടുക്കണം. അപ്പോൾ പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സാറിനും അറിയാം വൈഫിനും അറിയാം, പിന്നെ സാർ അത് മാറ്റി പറയണമെന്ന് ചോദിച്ചു. എനിക്ക് എന്തറിയാമെന്ന് നീ എന്നോട് പറയണ്ട, നിനക്ക് എന്തെങ്കിലും പറയാണ്ട് നീ പറഞ്ഞാൽ മതി. എന്നിട്ട് പറഞ്ഞു, നീ നിൻ്റെ വൈഫിനെ വിളിച്ചിട്ട് ഇവിടുന്ന് പോയിക്കോന്നാണ് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അതിന് മുമ്പാണ് പറയുന്നത് 24-ാം തീയതി നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ 24-ാം തീയതി ഒന്ന് ചെല്ലുന്നുണ്ട്. 24-ാം തീയതി ചെന്ന് അപ്പോൾ ഈ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ എന്നൊരു കാര്യം ചെയ്യും, നീ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച ഇവള് പറഞ്ഞിട്ട് ജീവനക്കാരെ അനുസരിക്കാതെ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ സൂപ്പറിനോട് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടെന്നുള്ള മട്ടിലാണ് എല്ലാം. അപ്പോൾ അതൊരു റിപ്പോർട്ടാക്കി നീ കൊടുത്തോ എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചാണ് നേരത്തെ റിപ്പോർട്ട് ഇത് നമുക്ക് സൂപ്പറിന് റിപ്പോർട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞു, നീ റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് നടക്കാൻ പോകുന്ന കാര്യം, നമുക്ക് സിസ്റ്റം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല, നിനക്ക് പറ്റുന്നത് നീ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അവിടെ ചെന്നിട്ട് ഈ കിടപ്പ് രോഗികളെ താങ്ങി പിടിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുക, അതുപോലും സമ്മതിക്കത്തില്ല. അതിനകത്ത് വൈഫിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്നുള്ള രീതിയിൽ സ്റ്റാൻഡ് എടുത്ത് വൈഫ് അവിടെ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ അന്തേവാസികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും വൈഫിൻ്റെ സേവനം എങ്ങനെയുള്ളതായിരുന്നു. അന്ന് ഇയാൾ ഇങ്ങനെ വിളിച്ച് കട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അത് റിപ്പോർട്ട് നീ അന്ന് പറഞ്ഞ പോലെ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. വൈഫ് റിപ്പോർട്ട് തയ്യാറാക്കി പിറ്റേന്ന് രാവിലെ അപ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് റിസീവ്ഡ് കോപ്പി പറഞ്ഞ് എഴുതി ഒപ്പിട്ട് മേടിക്കണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പിന്നെ ഞാൻ ചെല്ലുമ്പോൾ വൈഫ് അവിടെ ഇല്ല. ഞാൻ ഈ സൂപ്പറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂപ്പറിൻ്റെ ആദ്യം തന്നെ ഒരു വല്ലാത്ത പുള്ളി, അപ്പം പുള്ളിയുടെ മട്ടും പോകാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്രൈവറ്റ് ഫേം,
അവിടുത്തെ ഒരു പരമാധികാരി അദ്ദേഹം. ബാക്കിയുള്ളവരെല്ലാം പുള്ളി വീട്ടുകാരാണ്. അപ്പോൾ എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നീ എവിടെ വർക്ക് ചെയ്യണേ, നിന്റെ ഓഫീസർ ആരാണ്, നിന്റെ ജില്ലാ ഓഫീസറൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരം തുടങ്ങുന്നത്. അങ്ങനെ സംസാരം തുടങ്ങി. ഞാനും ആ രീതിയിൽ ഞാൻ ചോദിച്ചു, സാറിൻ്റെ പ്രൈവറ്റ് ഫേമാണോ ഇത് സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ഇദ്ദേഹം സംസാരമായപ്പോൾ ഇദ്ദേഹം ഫോൺ എടുത്തു പോലീസിനെ വിളിക്കാൻ. അങ്ങനെയൊക്കെ വരലൊക്കെ നോക്കി. അതിനുശേഷം വൈഫിനെ വിളിപ്പിച്ചു. വൈഫിനോട് പറഞ്ഞാൽ റിസീവ്ഡ് കോപ്പി എഴുതി ഒപ്പിട്ട് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ വൈഫ് എന്നോട് ചോദിച്ചപ്പോൾ, ചേട്ടാ എനിക്ക് റിസീവ്ഡ് കോപ്പി എഴുതി ഒപ്പിട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞാൽ നീ അദ്ദേഹത്തിൻ്റെ മെയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വൈഫ് വന്നപ്പോൾ വൈഫിനോട് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് പോകുന്നുള്ള മട്ടിലാണ് വൈഫിനോട് പറഞ്ഞത്. അപ്പോൾ വൈഫ് ഞാൻ പറഞ്ഞതേ കേൾക്കുകയുള്ളൂ മനസ്സിലായപ്പോൾ ഇദ്ദേഹം അവിടുന്ന് ആ വിഷയം അങ്ങനെ വിട്ടുപോയി. അങ്ങനെ വളരെ മോശം അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു പോരുന്നത്. പിന്നെയാണ് 25-ാം തീയതിയാണ് വൈഫ് കാരണം ഈ കാര്യം പറഞ്ഞത്. വൈഫിനെയും ഹസ്ബൻഡിനെയും കുട്ടിയെ നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് 2 ദിവസം എൻ്റെ കൂടെ നൈറ്റ് നിൽക്കണമെന്ന കാര്യം 25-ാം തീയതിയാണ് വൈഫിനോട് പറഞ്ഞത്. ഞാൻ അപ്പോൾ 26-ാം തീയതി രാവിലെ ഇവർ ആലീസ് പോയി കഴിഞ്ഞ് ഞാൻ കുറേ കൊച്ചുമായിട്ട് ചെന്നിട്ടാണ് ബെല്ലടിക്കുന്നു. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ സൂപ്പറില്ല, ഈ ചിങ്കിടികൾ എൻ്റെ നേരെ തട്ടിക്കയറുന്നു. നമ്മളും സംസാരിക്കുന്നു. CCTV ഉണ്ട്. പിന്നെ ഈ അവിടെ നടന്ന് ഒത്തിരി അന്തേവാസികളെല്ലാം ഈ വിഷയം കണ്ടു നിൽക്കുകയാണ് സംസാരമെല്ലാം. പക്ഷെ ഞാൻ പോകുന്ന കുറച്ച് കഴിഞ്ഞ് സ്ഥാപനത്തിലെത്തി, എൻ്റെ ഓഫീസിലെത്തി 1/2 മണിക്കൂറിൽ തന്നെ എനിക്ക് കോൾ വന്നു സ്റ്റേഷനിൽ നിന്ന്. ഓൾഡ് ഏജ് ഹോമിൽ അതിക്രമിച്ച് കയറി ജീവനക്കാരെ കൈയേറ്റം ചെയ്യുന്ന ഒരു പരാതി വന്നിട്ടുണ്ട്, സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. കയ്യേറ്റൊന്നും നടന്നില്ല, സംസാരം എല്ലാം ഒന്നുമില്ല. അവിടെ CCTV അതെല്ലാം ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു. അവിടെ ചെന്നപ്പോൾ നമ്മളെ പിന്തുണയ്ക്കാൻ ആരുമില്ല. പക്ഷെ സിക്ക് കാര്യം ഏകദേശം ബോധ്യപ്പെട്ടു. നമ്മൾ പറയുന്നതിൽ എന്തോ നമ്മൾ പതറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ സത്യം ഉണ്ടെന്ന് മനസ്സിലായിട്ട് വൈഫിനെ വിളിച്ചു. വൈഫിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ബോധ്യമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ ശശീന്ദ്ര സാർ വൈഫിനെ വിളിച്ചപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ബോധ്യം. നിങ്ങളും കൂടി ഒരു പരാതി എഴുതി തരാൻ പറഞ്ഞു. വൈഫ് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കുന്നു. 28-ാം തീയതി പരാതി എഴുതി കൊടുത്തത്. മേഡം പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? പരാതിയിൽ ഈ സൂപ്രണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ താമസക്കാർക്ക് വേണ്ട സേവനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ എനിക്ക് ഗവൺമെൻറ് എന്നെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എനിക്ക് തടസ്സപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ കുക്കിൻ്റെ ജോലി ചെയ്യാനും കുക്ക് മേട്ടനായിട്ട് ഓഫീസിൽ ഇരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് മാനസിക പീഡനം. അപ്പം എനിക്ക് അവിടെ ഉണ്ടായ മാനസിക പീഡനങ്ങളാണ് ഞാൻ കൂടുതലും പരാതിയിൽ എഴുതിയത്. ഇതെല്ലാം സൂപ്രണ്ട് വാക്കാല് പറയുന്നതാണ് അല്ലെ? ഇത്തരം കാര്യങ്ങൾ രേഖാമൂലം ഒന്നും തരുന്നില്ല. വാക്കാല് നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള. പിന്നെ ചില ഇത് രേഖാമൂലം ഉണ്ട്, ഓർഡർ ആക്കി അങ്ങനെ കുറെ ഇതൊക്കെ തന്നായിരുന്നു. മെമ്മോ തന്നായിരുന്നു. താമസക്കാരോട് സംസാരിക്കരുത്, ജീവനക്കാരോട് സംസാരിക്കരുത്, ഫോണ് ഞാൻ കൊണ്ടു നടക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ഇതൊക്കെ മെമ്മോയൊക്കെ തന്നെ. ഇത്തരം മെമ്മോകൾ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം മെമ്മോകൾ ഒരു മേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു മെമ്മോകളല്ലേ ശരിക്കും? അത് അങ്ങനെ തന്നെയാണ്. അതല്ലാതെ സർക്കാരിന്റെ നിയമാവലിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതായത് ഫോൺ യൂസ് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു അസ്വാഭാവികമായിട്ട് നമുക്ക് തരുന്ന മെമ്മോകളാണ് ഇതൊക്കെ. ഞാൻ ഫോൺ എൻ്റെ കൈ കൊണ്ടു നടക്കാൻ പാടില്ല എന്നൊക്കെയുള്ള മെമ്മോകളായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ കയ്യിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ എൻ്റെ ഫോണ് പിടിച്ചു വാങ്ങി പിന്നെ കസ്റ്റഡിയിൽ അങ്ങനെ പിന്നെ സ്റ്റാഫ് ഗ്രൂപ്പിൽ പരസ്യമായിട്ട് നിർദ്ദേശം കൊടുക്കും. വോയിസ് ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പീഡനങ്ങൾ. പിന്നെ പരാതി കൊടുത്തതിനെ തുടർന്ന് പിന്നെ എന്നെ ഓഫീസിൻ്റെ അകത്ത് കയറ്റാതിരിക്കുക, ഗേറ്റ് പൂട്ടിയിട്ട് അകത്ത് കയറ്റാതിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടാൻ തരാതിരിക്കുക. മേട്ടൻ കുക്കിൻ്റെ ജോലി ചെയ്യണം, കുക്ക് ഓഫീസിൽ ഇരിക്കും. പിന്നെ മേട്ടൻ്റെ ചുമതലയിൽപ്പെട്ട സ്റ്റോർ റൂമിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് വേറെ പൂട്ടിടുക. അങ്ങനെ ഒരുപാട് MSW-കാരാണ് മേട്ടനാണ്ടത്. ചാടി കയറി ഇങ്ങോട്ട് പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഇപ്പൊ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് ശരിക്കും ഈ സൂപ്രണ്ടിന്റെ ഒരു ക്യാരക്ടർ നമ്മളെ ഒരു വളരെയധികം മാനസികമായിട്ട് ടോർച്ചറിങ് എന്നുള്ള രീതിയിലേക്ക് ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലാണ് ഈ ഒരു സൂപ്രണ്ട് സ്വഭാവത്തോളം മാറുന്നത്? തുടങ്ങിയപ്പോഴേ ഞങ്ങൾ ആദ്യം തന്നെ പിന്നെ വൈഫിന് ഈ സംശയമുണ്ട്. പിന്നെ ഞങ്ങള് NGO ജില്ലാ പ്രസിഡന്റ് രാജേഷിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കാനായിട്ട് പോയപ്പോൾ അദ്ദേഹം ആദ്യം പറയുന്നത്, പിന്നെ നിങ്ങളിപ്പോഴല്ലേ ഈ അബ്ദുൽ കരീമിനെ നിങ്ങൾക്ക് 15 വർഷം മുന്നേ എനിക്കറിയാം ഈ അബ്ദുൽ കരീമിനെ, നമുക്ക് ശരിയാക്കാതെ. ഇപ്പം ഞങ്ങൾ ഒരു ദിവസം സ്ഥാപനത്തിലേക്ക് വന്നുണ്ട്, ഇനി അങ്ങോട്ട് നിർത്തി. പക്ഷേ കുറച്ച് പിന്നെ ഈ വരാമെന്ന് പറയുന്ന ആൾ പിന്നെ ഞങ്ങൾ 5 പ്രാവശ്യത്തോളം രാജേഷിൻ്റെ വീട്ടിൽ തന്നെ പോയിരുന്നു. ഞാനും വൈഫും കുട്ടിയും കൂടി. ഞങ്ങൾ അടുത്ത് തന്നെയാണ്, ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നതാണ്. വീട്ടിൽ പോയി കാണും. പക്ഷേ
പിന്നെ ഒരു ഇടപെടലും എൻ ജി യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവരൊക്കെ നിസ്സഹായാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യമായി ഇവരുടെയൊക്കെ. ഓക്കെ, ഈ മാഡത്തോട് ഈ സൂപ്രണ്ട് പറഞ്ഞിരുന്നു ഈ ഓഡിറ്റിന് വേണ്ടിയിട്ട് രാത്രി നിൽക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാഡം വിസമ്മതിക്കുന്നു, ബുദ്ധിമുട്ട് അറിയിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കുറെ കൂടി ഒരു ടോർച്ചറിലേക്ക് കാര്യങ്ങൾ ശേഷമാണ് പിന്നെ ഇങ്ങനെ ഉള്ള പീഡനങ്ങൾ എനിക്കുണ്ടാകുന്നത്. എൻ്റെ സാലറി തരാതെ എന്നെ ബുദ്ധിമുട്ടിക്കുകയും എന്നെ ട്രാപ്പിൽ, എനിക്കത് അറിയില്ലായിരുന്നു, എനിക്കത് ട്രാപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ട്രാപ്പിൽപ്പെടുത്തുകയും അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്തത്. അസിസ്റ്റന്റ് ഡയറക്ടർ വന്ന് പിന്നെ പോലീസിൽ കൊടുത്ത പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു, സുഭാഷ് ബാബു സാർ. അപ്പോൾ സാർ വന്ന് പറഞ്ഞു സ്ഥാപനത്തിൽ നടക്കുന്ന വിഷയങ്ങൾ സ്ഥാപനത്തിന് 4 ചുമരിനപ്പുറം പോകാൻ പാടില്ല, ഇവിടെ തന്നെ ഒതുക്കി തീർക്കണം, പിന്നെ ഇവിടെ മേറ്ററിനും സൂപ്രണ്ടെന്ന് പറഞ്ഞ അച്ഛനും അമ്മേനെയും പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അതാണോ ശരിക്കും അതിന്റെ ഒരു പ്രോട്ടോകോൾ? അതായത് സ്ഥാപനത്തിനുള്ള ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അത് മേലധികാരികളെ അറിയിക്കേണ്ട ഒരു റൂളില്ലേ, ശരിക്കും ഒരു പ്രോട്ടോകോൾ ശരിക്കും അങ്ങനെയില്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പിന്നെ ഡയറക്ടർക്ക്, സാമൂഹ്യനീതി ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടൊന്നും ഒരു അന്വേഷണം എനിക്ക് ഉണ്ടായില്ല. ഇനിയിപ്പോൾ വേറെ ചില അന്ന് പൂട്ടിയിടുമ്പോൾ പിന്നെ ഗേറ്റ് പൂട്ടിയിട്ടല്ലോ, വൈഫ് പുറത്ത് നിന്നിട്ട് ജില്ലാ ഓഫീസറെ വിളിക്കുന്നുണ്ട്, മൂർത്തി സാറ്. അതിൻ്റെ വോയിസ് മൂർത്തി സാറിനെ വിളിക്കുമ്പോൾ മൂർത്തി സാർ പറഞ്ഞു, മോളെ ഞാനൊരു കുട്ടിയെന്നാണ് വിളിക്കുന്നത്. കുട്ടി ഞാൻ എത്ര കിലോമീറ്റർ 150 കിലോമീറ്റർ ദൂരെയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയുന്നുണ്ട്, സാർ എന്നെ സ്ഥാപനത്തിൽ കയറ്റുന്നില്ല, ഗേറ്റ് പൂട്ടിയിട്ട്. അവരും എന്ത് ചെയ്യാൻ? കാര്യം എല്ലാവർക്കും ഈ വിഷയത്തിൽ ഇടപെട്ട എല്ലാവർക്കും അറിയാം ഇതിനാരാ പുറകില്ലെന്ന്. അതുകൊണ്ട് ഇതെല്ലാവരും നിസ്സഹായരാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ കിടന്ന് 5-6 മാസം കിടന്ന് അലഞ്ഞു. ഈ വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പിന്നെ പെരിന്തൽമണ്ണൽ EMSന്റെ പിന്നെ വനിതാ കമ്മീഷൻ അംഗമായിട്ടുള്ള EM രാധ ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ പോയി കണ്ടു, എത്രയോ തവണ സിറ്റിങ്ങിന് പോയി. പക്ഷേ അപ്പോഴൊക്കെ ആദ്യം ചെല്ലുമ്പോൾ ഇവരെല്ലാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും. പിന്നെ ഞങ്ങളോട് ആദ്യം ഈ കണ്ടപ്പോൾ EM രാധ പറഞ്ഞത് പിന്നെ ആ സൂപ്രണ്ട് മാരേജ് പോയി പെൻഷൻ മേടിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ സൂപ്രണ്ട് പുറകിൽ ആരാന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളോട് പറഞ്ഞ നിങ്ങൾ ജോലിക്ക് കയറാൻ നോക്ക്, ഇതിനകത്ത് വേറെ വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ നീതി കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് നല്ല പൂർണ്ണ ബോധ്യമായി. അതിനുശേഷം നമ്മൾ പിന്നെ ഈ ജലീൽ വന്ന് നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ പരാതി പിന്നെ ഒരു ഘട്ടത്തിലും പിൻവലിക്കുന്നില്ല അല്ലേ? പരാതി ഇപ്പൊ പിൻവലിച്ച് പോയാനായിരുന്നു. ഞങ്ങൾ പിൻവലിച്ചെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ആരെങ്കിലും കാര്യം വൈഫിന് വേറെ ശാരീരികമായിട്ട് മാനസികമായ ടോർച്ചറിങ് അല്ലാതെ ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് ആരെങ്കിലും വന്നിട്ട് പോട്ടെ ക്ഷമിക്ക് നമുക്ക് ആ വിഷയം അങ്ങോട്ട് പരിഹരിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ എല്ലാവരും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക. ഒരു വ്യക്തി എന്ന രീതിയിലുള്ള പരിഗണന പോലും ഞങ്ങൾക്ക് തരുന്നില്ല. എല്ലാവരും നമ്മളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാനാണ് നോക്കണേ. അവിടെ അല്ലെങ്കിൽ ആ പ്രശ്നം അന്ന് പരിഹരിക്കപ്പെട്ടു പോകുമായിരുന്നു. അപ്പം ഞാൻ വൈഫിനോട് പറയാം, ആരെങ്കിലും ഈ പറയുന്നവരല്ല, എല്ലാവരും പ്രശ്നം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ സുഭാഷ് ബാബു എന്ന് പറയുമ്പോഴും ഭീഷണിയാണ്. എല്ലാവരും ഈ ഇടപെടുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റുന്ന പ്രശ്നം പരിഹരിക്കാം എന്നുള്ളൊരു പോയിന്റിലേക്ക് ആരും എത്തുന്നില്ല അല്ലേ? ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പരാതി പിൻവലിക്കുന്നുള്ളൊരു കാര്യമാണ് സർക്കാർ സംവിധാനങ്ങൾ എല്ലാവരും നിങ്ങളെ ഉപയോഗിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി അന്ന് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ സാറ് സ്ഥാപനം സന്ദർശിക്കുകയും ഈ താമസക്കാരെ കണ്ടതിന് ശേഷം പിന്നെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ഈ KT ജലീൽ എന്ന സ്ഥാപനം സന്ദർശിക്കാനിടയായ ഒരു പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ, അതോ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണോ സ്ഥാപനം സന്ദർശിക്കുന്നത്? അതിനെപ്പറ്റി അല്ല, ഈ സാറ് ഇടയ്ക്ക് സ്ഥാപനത്തിൽ വന്നതാണ്. ഞാനവിടെ ചെന്നിട്ട് ആദ്യമായിട്ട് വരുന്നത് സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണല്ലോ. സാറ് വന്ന് പിന്നെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിന് ശേഷം അന്ന് സ്റ്റാഫ് മീറ്റിങ്ങിൽ പിന്നെ എന്നെ പരിഹസിക്കാനും എന്നെ അവഹേളിക്കാനും എല്ലാവർക്കും അവസരം കൊടുക്കുക. എനിക്ക് ഇത് വിശദീകരിക്കാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ സാറ് പറയും, നിങ്ങളൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നും പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയായിരുന്നു. അതിനുശേഷം ഈ സൂപ്രണ്ട് പറഞ്ഞു ഒരു മാലാക വന്നിരിക്കുന്നെന്നും പറഞ്ഞ് ഇങ്ങനെ എന്നെ പരിഹസിച്ചു. പിന്നെ അപ്പോൾ ഈ സ്റ്റാഫ് എല്ലാം കൂടെ ചിരിച്ച് പിന്നെ എന്നിട്ട് ഈ സ്റ്റാഫിനെയൊക്കെ പുറത്താക്കി. സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്താക്കിയിട്ട് ജലീൽ സാറ് വാതിലടപ്പിച്ചിട്ട് പിന്നെ സൂപ്രണ്ട് ഞാനും ജലീൽ സാറ് മാത്രമായി. ജലീൽ സാർ എന്നോട് പറയണ്, നിങ്ങൾ പരാതി പിൻവലിച്ച് സ്മൂത്തായിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, സാറേ ഇവള് റെക്കോർഡ് ചെയ്യണ ഒരു സ്വഭാവം ഉണ്ട് ഇവർക്ക് എന്ന് പറഞ്ഞ് ജലീൽ സാറിനോട് പറയും. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഫോൺ കാണട്ടെ എന്ന് പറഞ്ഞു. ഫോണിൻ്റെ കയ്യിരിക്കും. ഞാൻ ഇപ്പോൾ ഫോണ് അൺലോക്ക് ചെയ്ത് എൻ്റെ ഫോൺ പരിശോധിച്ചതിന് ശേഷം സാറ് ഒന്നും പോണേ മുമ്പ് എന്നോട് പറഞ്ഞ് ചാവി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ഷോറൂമിൻ്റെ. അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ ജലീൽ സാർ പോയി. പിന്നെ ഫെബ്രുവരി 2-ാം തീയതി ഞാൻ സ്ഥാപനത്തിൽ പോകുന്നു. പിന്നെ പോയിട്ട് ഫെബ്രുവരി 3-ാം തീയതി രാവിലെയൊക്കെ ആയപ്പോൾ ഒരു കോൾ വരുന്നു. പിന്നെ
അതിൽ നിന്ന് പിന്നെ വീണ്ടും കോൾ വന്നു. രാവിലെ അല്ല, രാത്രി ഒരു 3 മണിക്ക്, വെളുപ്പിനൊരു 3 മണിക്ക് മുന്നേ 3 മണിയൊക്കെ ആയപ്പോൾ ഒരു കോൾ വരുന്നു. ജലീലിന്റെ മീറ്റിംഗ് നമ്പറിൽ നിന്നാണ് വൈഫിന്റെ കോളിലേക്ക് ആദ്യം കോൾ വരുന്നു. വൈഫ് അപ്പോൾ അത് കട്ട് ചെയ്യാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാണ് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വൈഫ് കട്ട് ചെയ്തിട്ട് ഫോൺ ഓഫ് ചെയ്തു. അപ്പോൾ ആ നമ്പറിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. ഞാനും കട്ട് ചെയ്തു. പിന്നെ എനിക്ക് അന്നേരം പിന്നെ ഞാൻ പറഞ്ഞു, ഒരു ആശങ്ക തോന്നി, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേഗം. കാര്യം എൻ്റെ പുറകെ ആ സമയത്ത് എനിക്കറിയാമല്ലോ, എൻ്റെ പുറകെ ഫോളോ ചെയ്തിട്ടിരിക്കുക. എന്നെ ഫോളോ ചെയ്യുന്നത് മാത്രമല്ല, എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എന്നിട്ട് അതേ സമയം പിന്നെ ഈ പറഞ്ഞ പിന്നെ ഈ ജോയിന്റ് കൗൺസിലിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അത് കൂടാതെ എന്നെ ആളെന്താ പറഞ്ഞത്? മിനിസ്റ്ററിന്റെ ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ മിനിസ്റ്റർ നീയും കുട്ടിയും കൂടി പോണ ബൈക്കിന്റെ നമ്പരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്, നിന്നെ പെടുത്തും, പരാതി പിൻവലിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഞാനത് ഫോണിൽ അത് ബില്ലിംഗ് അല്ലെന്ന് അറിയിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, നീ വൈഫിനെയും കൂട്ടി നമ്മുടെ ജില്ലാ ഓഫീസിലേക്ക് വാ, ഉള്ള തെളിവൊക്കെ എടുത്തോളൂ എന്നാ. അപ്പോൾ പിന്നെ ഞാനെന്തിനാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജില്ലാ ഓഫീസറെ പോയി കാണണം? ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫിനെ കൂടി ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജില്ലാ ഓഫീസർ വിളിച്ചാൽ നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണോ? ഞാൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ വൈഫ് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിക്കും, കാര്യം ഇദ്ദേഹം പരാതി ഒരു കൊടുത്തിരുന്നു, കത്തിൻ്റെ രൂപത്തിൽ ഈ സൂപ്പറിൻ്റെ ഒരു പരാതി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് കൊടുത്തിരുന്നു ജില്ലാ ഓഫീസർക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിപ്പിക്കണം. അതെന്തായിരുന്നു പരാതി? എന്തായിരുന്നു? ഓൾഡ് ഏജ് ഹോമിൽ കയറി അതിക്രമിച്ച് കയറി കയ്യേറ്റം ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാനിതിന് വ്യക്തമായ മറുപടി കൊടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞ CCTV ഉണ്ട്, പിന്നെ കുറ്റിപ്പുറം CA അന്വേഷിച്ചിട്ടുണ്ട്, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷിച്ചിട്ടുണ്ട്, അവരോടൊക്കെ ചോദിച്ച് സത്യം അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു തുടരന്വേഷണം കൂടാതെ എന്നെ ശിക്ഷിച്ചു ഡിപ്പാർട്ട്മെന്റ്. അന്ന് തന്നെ 2020 തന്നെ ശിക്ഷിച്ചു. താക്കീത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ സർവീസ് ബുക്ക് രേഖപ്പെടുത്തുമല്ലോ. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കയറി കയ്യേറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കപ്പെടുകയുള്ളൂ. ഇവർ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കുന്ന പോലെ ആയില്ലേ. അതിനൊന്നും നമ്മൾ പരാതി പിൻവലിക്കാതായപ്പോഴാണ് ഈ സുരേഷ് ബാബു തിരൂർ വന്നിട്ട് ഒരു ഹോട്ടലിലിരുന്ന് 20 മിനിറ്റോളം എന്നെ ഭീഷണിപ്പെടുത്തി. അന്നേരം നമ്മളത് വഴങ്ങാതെ നമ്മൾ പോയിരുന്നു. അത് നടക്കുന്നതിനിടയ്ക്കാണ് രാത്രി ഈ കോൾ വരുന്നത്. അപ്പോൾ എനിക്ക് ഭീഷണിപ്പെടുത്താനാണ് നല്ല ബോധ്യമുണ്ട്. എൻ്റെ പുറകെ വരുന്നുണ്ട്. അതുപോലെ പിന്നെ കാറിൽ വരുന്നു, ബൈക്കിൽ വരുന്നു. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ അവിടെയുണ്ട്. ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ ഞാൻ ബൈക്ക് വെച്ചിട്ട് തിരിഞ്ഞിപ്പുറത്ത് വരുമ്പോൾ അവന്മാർ അപ്പുറത്ത് വന്ന് നിൽപ്പുണ്ട്. അത് വ്യക്തികളാണ്. അത് ഒരുത്തൻ എപ്പോഴും വരുന്നത്. അവനെ മാത്രം എൻ്റെ മനസ്സിലുണ്ട്. ഈ അവൻ്റെ ഏതാ രൂപം എന്ന് വെച്ചാൽ, ഈ മറ്റേ ഗുപ്ത എന്ന സിനിമയിൽ അഭിനയിച്ചൊരു നടനുണ്ട്, ഒരു ഗോപി ഡിയോൾ. അവൻ്റെ ഒരു ലുക്കാണ്. അവനെ പിന്നെ കാറിലിരുന്നും ഞാൻ കുട്ടിയെ പോകുമ്പോൾ കാറിൽ പിന്നെ ഇരുന്നുണ്ട്, ബാക്കിലിരുന്നുണ്ട് എന്നെ തലയിട്ട് പുറത്തേക്ക് കാണിക്കും, വണ്ടി ഇട്ടേക്കാം. എന്നാൽ പുറകെ ഞങ്ങളുണ്ടെന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടിയാണ്. അന്നേരം നമുക്ക് അത്ര ആശങ്ക തോന്നിയില്ല. പക്ഷേ ജലീൽ വന്ന് ഈ പറഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഇനി അങ്ങ് നിൽക്കണ്ടെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നാട് വിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ട് പോരുന്നു. ഈ ജലീലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഈ ജലീലും ഈ സൂപ്രണ്ട് തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ജലീൽ ഈ കാര്യത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് നടത്താൻ ജലീൽ ഞങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശരണ്യ സ്നേഹം എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകയാണ്. ഇതിൽ ജലീലും ടീച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കോന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവർ ഉറപ്പ് തരുന്നു, ഇനി ഒന്നുമില്ല, സൂപ്പറിൻ്റെ സ്ഥലം മാറ്റും, നിങ്ങൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളെ വിശ്വസിക്കാതെ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് മുന്നേ കാരണം ഞങ്ങൾ വഞ്ചിക്കപ്പെടുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ ഈ വോയിസ് അയച്ചു തരുന്നുണ്ട്. ആ വോയിസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഞങ്ങളോട് പറയുന്നുണ്ട് ആ വോയിസിൽ ജലീൽ പറയുന്നത്, പിന്നെ ഞാനൊരു അസമയത്ത് രാത്രി ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാം, നിങ്ങൾ ആരോടും പറയണ്ട, ഒരു സർപ്രൈസ് വിസിറ്റ് എന്ന രീതിയിൽ ഞാൻ അങ്ങ് കയറും എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഏത് സമയത്തും സ്വാഭാവികമായിട്ട് വന്ന് കയറുന്ന പോലെയാണ് അവിടെ ഈ സ്ഥാപനത്തിൽ. പിന്നെ എനിക്കൊരു വീട് പോലെയാണ് ഈ സ്ഥാപനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ എന്തുമാത്രം കള്ളങ്ങൾ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഈ ശരണ്യയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര കള്ളം പറയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. ചിൽഡ്രൻസ് ഹോമിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു, പച്ചക്കള്ളാണ്. പിന്നെ അതിനോടൊപ്പം ജലീൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനന്ന് പറഞ്ഞതാണ്, ഞാൻ കരിമിനെ വഴക്കടിയാണ് ചെയ്തത്, അങ്ങനെ ഫുഡ് വിളമ്പാനല്ല ഇവിടെ ജീവനക്കാരുള്ളത്, നിനക്ക് തന്നെ നിർത്തിയേക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. കുക്കിനോട് പറഞ്ഞത്, നിങ്ങൾ ഇവർക്കും കൂടി വിളമ്പിക്കൊടുക്ക്. അപ്പോൾ പിന്നെ ജലീൽ പച്ചക്കള്ളം സ്വാഭാവികമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ നമുക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നെ ജലീലിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഞങ്ങൾ നാട് വിട്ട് പോരുന്നത്. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ ശരണ്യെ ബന്ധപ്പെട്ട് ആ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇലക്ഷൻ അപ്പോൾ ഈ 19-ാം തീയതി പിന്നെ ഒരു സെൻഡ് ഓഫ് പാർട്ടി കൊടുക്കുന്നുണ്ട് പഴയ സൂപ്പറിന്റെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അദ്ദേഹം അന്ന് പറഞ്ഞ 3 മാസത്തിൽ ഞാനവിടെ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ ശരിയാണ്. ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വൈഫ് ജോയിൻ ചെയ്യണം. ഞങ്ങൾ ടീച്ചറിനെ പോയി കണ്ടിരുന്നു. ശൈല ടീച്ചറിനെ 18-ാം തീയതി പോയി കണ്ടു. ടീച്ചർ അവിടെ വെച്ചിട്ട് ഞങ്ങളെ മുമ്പ് വെച്ച് തന്നെ ജലീലിനെ വിളിച്ചിട്ട് അന്ന് തന്നെ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങി പിറ്റേന്ന് ഞങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുന്നു. പിറ്റേ 19-ാം തീയതി ജോയിൻ ചെയ്യുന്നു.
ജോയിൻ ചെയ്തതിനു ശേഷം പിന്നെ ഫെബ്രുവരി 19. പിന്നെ മെയ് 5-ാം തീയതി റിസൾട്ട് വന്ന 6-ാം തീയതി വൈഫിനെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ ഓർഡർ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വൈഫിൻ്റെ കൊടുത്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞൊരു പേഴ്സണൽ സ്റ്റാഫിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. വൈഫ് അപ്പം തന്നെ ആ മാഷിനെ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ ഇടപെടാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ സസ്പെൻഷൻ ഓർഡർ OA തന്നെ തിരിച്ചു മേടിച്ചുകൊണ്ട് പോകുന്നു. വീണ്ടും ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ഓർഡർ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ വകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചർക്ക് അപ്പുറമുള്ള ഇടപെടൽ അവിടെ നടക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒരു സംശയം, കാര്യം ഇതിനപ്പുറം വകുപ്പ് മന്ത്രിക്ക് അപ്പോൾ ഇടപെടണമെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് കാണുമെന്നാണ് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ പിന്നെ ഈ വേറെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ ഇടപെട്ടെ ഞങ്ങൾ പിന്നെ സാധുക്കളായ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പിന്നെ നമ്മൾ ഈ വിഷയം കോടതിയിൽ എത്തിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണ്, സത്യമാണെന്ന് നിഷ്പക്ഷനായിട്ടുള്ള ആരെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത് കോടതിയിൽ എത്തിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് കരുതി ഞങ്ങൾ നിൽക്കുമ്പോൾ ഈ 6.5 മാസത്തിന് ശേഷം ഇവരെ തിരിച്ചെടുത്തു, വൈഫിനെ തിരിച്ചെടുത്തു. അത് മെയിൽ സസ്പെൻഡ് ചെയ്യണു, പിന്നെ 6.5 മാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ പകുതിക്കാൻ മറ്റാണ് തിരിച്ചെടുക്കുന്നത്. 6.5 മാസത്തോളം എടുത്തു. തിരിച്ചെടുത്തതിന് ശേഷം പിന്നെ വേറെ സ്മൂത്തായിട്ട് അവിടെ കാര്യങ്ങൾ പോകുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിനിടയിൽ CM-ന് നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടോ? CM-ന് ആദ്യമേ കൊടുത്തിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ നിങ്ങൾ റീപ്ലൈ കിട്ടിയിരുന്നു? DGPക്ക് ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞ മെസ്സേജ് മാത്രം, പിന്നെ വേറൊരു ഇൻവോൾവ്മെന്റ് അതിൻ്റെ അകത്തൊന്നും വരുന്നില്ല. പിന്നെ അതിനുശേഷം അവിടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോഴാണ് എൻ്റെ ഓഫീസിൽ നമ്മുടെ വെറ്ററിനറി സർജൻ പുതിയതായിട്ട് വന്ന വെറ്ററിനറി സർജനായിട്ട് ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഡോക്ടറിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഡോക്ടർ ആ ഈഗോയുടെ ഭാഗമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസം എന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയ ശത്രുക്കൾ ഈ വിഷയം ഉപയോഗിച്ച് തുടങ്ങിയെന്ന് എനിക്ക് ബോധ്യമായി. അവിടെ വെച്ചിട്ട് ഞാൻ ഈ ഡോക്ടറിൻ്റെ കാലെ പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ട് പോലും ഡോക്ടർ അല്ലല്ലോ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഡോക്ടർ സമ്മതിക്കുന്നില്ല, പിന്നെ പഞ്ചായത്ത് ഇടപെട്ടിട്ട് സമ്മതിക്കുന്നില്ല. ആരിടപെട്ടിട്ടും ഡോക്ടർ പിടിവാശിയാണ് ഈ വിഷയം മേലോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ഈ അഭിപ്രായ വ്യത്യാസം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസം ഞാൻ അന്ന് ഡോക്ടർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധം പഠിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഡോക്ടറല്ല, ജില്ലാ ഓഫീസറല്ല, ഡയറക്ടർ പറഞ്ഞാലും ശരി ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുക്കി തന്നെ, അല്ലാതെ വാശി പിടിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനാണ് ഈ വിഷയമാണ് പിന്നെ ഇവർ വലിയ ഇതായിട്ട് എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് അന്നത്തെ പഴയ വിഷയത്തിൽ ജില്ലാ ഓഫീസിൽ ഞാൻ പോകാതിരുന്നതും വൈഫിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി പിൻവലിക്കാതിരുന്നതൊക്കെ ആയിട്ട് ഒത്തിരി നീരസമുണ്ട് നമുക്കറിയാം സംഘടനാ നേതൃത്വത്തിനൊക്കെ. അവർ ഈ വിഷയം ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ സസ്പെൻഡ് ചെയ്യാനുള്ള വരേണ്ടതെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി അവിടെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഒരു ദിവസം സമരം ചെയ്തു. 2022 ഓഗസ്റ്റ് 19. ഈ സമയമൊക്കെ മേഡം അവിടെ സ്മൂത്തായിട്ട് ജോലി ചെയ്യുന്നു? അവിടെ സ്മൂത്തായിട്ട്. സൂപ്രണ്ട് നിലവിൽ ഇപ്പൊ അവിടെ ഇല്ല? സൂപ്രണ്ട് ഇല്ല. അതിനുശേഷം വന്ന ഒരു സിദ്ദിഖ് എന്ന് പറഞ്ഞ സാറായിരുന്നു. സാറ് നല്ല പിന്നെ എല്ലാ കാര്യത്തിലും നല്ലൊരു സപ്പോർട്ട് തന്നെ ഒരു സാറായിരുന്നു. ഒന്നുമില്ല. നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ സസ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ചെടുത്ത്. അപ്പോഴും ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ സാറ് തന്നെയായിരുന്നു. നല്ല രീതിയിൽ അങ്ങനെ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചേട്ടനെ വേട്ടയാടാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഇപ്പം ഈ ഞങ്ങൾക്കുണ്ടായ ഈ വേട്ടയാടലിലൊക്കെ ശരിക്കും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തിലാണ്. ആ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തന്നെ, നിർമ്മലമായൊരു ഹൃദയം തന്നെ എന്നുള്ളൊരു പ്രാർത്ഥന ഓടുകൂടിയാണ് ദൃഢചിത്തത ഇനി പുനഃസ്ഥാപിക്കണമേ എന്നുള്ള ഒരു ബൈബിൾ വചനം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുണ്ടായ പ്രതിസന്ധികളിലൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഇപ്പം ഈ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ഈ സഹായത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കാനും ഒരു ശക്തി തന്നത് ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഇപ്പം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് എന്താ നല്ലതെന്ന് ഞങ്ങളുടെ ദൈവത്തിനെ അറിയുള്ളൂ. അപ്പോൾ ആ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട്. പിന്നെ ഓഫീസിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാഡത്തിന്റെ അവിടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ ഐക കണ്ടതിനാണ് ഡോക്ടർക്കെതിരെ നടപടി എടുക്കുന്നത്. ഡോക്ടർ വഴങ്ങാതായപ്പോൾ ഡോക്ടർ എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഡോക്ടർക്കെതിരെ നടപടി എടുക്കുന്നത് പറഞ്ഞ് പിന്നെ മന്ത്രിക്കൊക്കെ പ്രമേയം പാസ്സാക്കി അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സമരം ചെയ്തപ്പോൾ മലപ്പുറത്ത് സമരം ചെയ്യുമ്പോൾ ജില്ലാ ഓഫീസർ വിളിച്ചിട്ട് കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, എനിക്ക് ശമ്പളം കൂട്ടി തന്നെ ഒന്ന് എന്തെങ്കിലും ഇൻക്രിമെൻ്റ് കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ കർഷകരുടെ ദൈനംദിന അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണം. അപ്പോൾ ഈ വിഷയത്തെ ഇത് സത്യമാണെന്നറിയാം, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ എന്നെ സീൻ ഒഴിവാക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിടുന്നു. അവിടുന്ന് എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ സമ്മതിച്ചിട്ട് വിട്ടിട്ട് പിന്നെ തിരിച്ചിവിടെ വരുമ്പോഴും വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത കർഷകരെ തിരഞ്ഞു പിടിച്ച് ഡോക്ടർ
ഉപദ്രവിക്കുന്നു. അവർക്ക് കാലിത്തീറ്റ കൊടുക്കാതിരിക്കുക, ചികിത്സ കൊടുക്കാതിരിക്കുക, മരുന്ന് കൊടുക്കാതിരിക്കുക, അവരെ തിരഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ബോധ്യമായപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ എന്നെ വേട്ടയാടിയാൽ നമുക്ക് സഹിക്കും. പക്ഷേ നമുക്ക് വേണ്ടി ശരിയായ നിലപാട് എടുത്തു വന്നതിൻ്റെ പേര് ഒരു കർഷകൻ്റെ നേരെ തിരിഞ്ഞാൽ ഒരു കോംപ്രമൈസിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും ജില്ലാ മൃഗാസ്പത്രി സമരം ഇരുന്നപ്പോൾ ഈ കർഷകരെല്ലാം തടിച്ചു കൂടിയിട്ട് അവർ വന്നിട്ട് ഈ ഡോക്ടർ അവിടെ വെച്ചിട്ട് ഒത്തിരി അധിക്ഷേപിക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ കയ്യിൽ പിടിച്ചു വാങ്ങുന്നതാണ് ആ പ്രതികരണം. പഞ്ചായത്ത് ഭരണ ഡോക്ടർ ഇവരെ അധിക്ഷേപിച്ചത് അല്ല, ഡോക്ടറിനെ. ഞാൻ ഈ സമരം ചെയ്യുന്നതിന്റെ സങ്കടം കാരണം കർഷകർ. അപ്പോൾ അവർ വന്നിട്ട് ഈ ഡോക്ടറെ ഒത്തിരി അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഉണ്ട്. ഈ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ വന്നിട്ട് ഡോക്ടർക്ക് ഒത്തിരി ഡാമേജ് ഉണ്ടായി, ഇമേജ് ഡാമേജ് ഉണ്ടായി. അതിനുശേഷം എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ പിന്നെ ഒരു 100-200 പേരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ടത് ജനുവരി 9-ാം തീയതി ഒരു സമരം അവിടെ നടന്നു. ആസ്പത്രി അടച്ചിട്ട് പിന്നെ ഗേറ്റ് ഇട്ട് പൂട്ടിയിട്ട് ഇവർ സ്ത്രീകളും വൃദ്ധന്മാരും അടങ്ങുന്ന സംഘം അവിടെ സമരം ചെയ്തു. ഒരു പാർട്ടിയുടെയും കീഴിലല്ല. സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരെഴുതിയ കാരണങ്ങൾ അന്ന് ഈ വൈഫിന്റെ ഓഫീസിൽ അതിക്രമിച്ച ആ വിഷയങ്ങൾ തന്നെയാണോ? അല്ലല്ല, ഇപ്പൊ സസ്പെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞത് മേലുദ്യോഗസ്ഥർ കയർത്ത് സംസാരിച്ചു, വ്യാജ ചികിത്സ ചെയ്യുന്നു. വ്യാജ ചികിത്സ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര തമാശയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പിന്നെ MBBS കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ്. എന്താണെന്ന് അറിയത്തില്ല. പുതിയതായിട്ട് വരുന്ന കുറേ വെറ്ററിനറി പ്രത്യേകിച്ച് ലേഡീസിന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അവർ ഫീൽഡിൽ പോകാനോ അല്ലെങ്കിൽ പിന്നെ വസ്ത്രം മുഷിയുന്ന പണിയൊന്നും ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇത് LIമാർ ഈ വടക്കോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കർഷകർക്ക് ആരാണോ അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുന്ന അവർ ഡോക്ടറാണ്. അപ്പോൾ നമ്മളാണ് മിക്കവാറും ഫീൽഡിൽ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ വിളിക്കുക. ഈ തിരുനാവായ പഞ്ചായത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരാളും എന്നെ ഡോക്ടറെന്ന് വിളിക്കത്തില്ല, ഡോക്ടർ എന്നല്ല സാറേന്ന് പോലും വിളിക്കത്തില്ല. ഞാൻ ജെയ്സൺ എന്ന് മാത്രമേ വിളിപ്പിക്കുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പേര് വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വൈഫാണെങ്കിലും അതെ അവിടെ ഓൾഡ് ഏജ് ഹോമിൽ ഒറ്റ അന്തേവാസിനെ കൊണ്ട് മാഡം എന്ന് വിളിപ്പിക്കത്തില്ല. പിന്നെ എല്ലാവരും കൊണ്ട് മോളെന്നെ വിളിപ്പിക്കുക. നമ്മളത് നമ്മുടെ സേവനം കിട്ടുന്ന ഗുണഭോക്താക്കളിൽ അവകാശബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അല്ലാതെ കേവലം വിളിപ്പേരിലുള്ള ഒരു കാര്യം മാത്രമല്ല. നമ്മൾ പല പ്രാവശ്യം പേര് വിളിച്ച് വരുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ ഈ 14 വർഷമായിട്ട് തിരുനാവായ പഞ്ചായത്തിലെ കർഷകർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കാനും ചോദ്യം ചെയ്യാനും ഉണ്ടായത് നമ്മൾ അവരുടെ അവകാശബോധം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത്. അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് കർഷകർക്കൊക്കെ ഔദാര്യം കൊടുക്കുന്ന ആൾക്കാരായിട്ടിരിക്കണം. ഈ ഔദാര്യം പറ്റുന്ന ആൾക്കാരാണ് കർഷകർ. അവർക്ക് വേണ്ടിയിട്ട് അവർ മിണ്ടാപ്രാണിനെ അപ്പച്ചൻ പറയാറുണ്ട്, പിന്നെ ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വെറ്ററിനറി ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ മിണ്ടാപ്രാണിനെ ആരെങ്കിലും വളർത്തിയാലല്ലേ നമുക്ക് പണി ഉണ്ടാവുള്ളൂ. അതല്ല, ഇത് അവർക്ക് ഔദാര്യം കൊടുക്കുന്ന ആൾക്കാരെ പോലെ നമുക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഈ അവകാശബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശത്രുവായി. അപ്പോൾ അതാണ് അടിസ്ഥാന പ്രശ്നം. ഡിപ്പാർട്ട്മെൻറ്റിന് എന്നോടുള്ള കലിപ്പിന് സംഘടനകൾക്കുള്ള അടിസ്ഥാന പ്രശ്നം. ഞാൻ എപ്പോഴും ഈ DA വർധനവോ അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് സമരം ചെയ്യാൻ എന്നെ ഒരു വേദിയിലും കാണത്തില്ല. കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യം നമുക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ ശമ്പളം ഇപ്പോഴും ഉണ്ട്. അത് തന്നെ പിന്നെ വീണ്ടും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈ 95% താഴെ വരുന്ന ജീവനക്കാർ സംഘടിതരായിട്ട് നിന്ന് 95% പിഴിയുകയാണ്, കൊള്ളയടിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ട്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ വാട്ടനാവും. അവർക്ക് ഈ ഇമേജ് ഡാമേജ് വന്നല്ലോ. ഈ പിന്നെ ജീവനക്കാരെല്ലാം ഈ കർഷകർ സംഘടിച്ച് ആ ഡാമേജിന്റെ ഭാഗമായിട്ട് അവര് എന്നോടുള്ള കലിപ്പിന്റെ ഭാഗമായിട്ട് ഈ അവർ സ്ത്രീയുടെ ദേഹത്ത് അബദ്ധത്തിൽ പോലും തൊട്ടിട്ടില്ല. അവരെ കയറി പിടിച്ചെന്നും പറഞ്ഞ് പരാതി കൊടുത്ത് ഭാര്യാപിതാവ് അവിടെ വന്നിട്ടുണ്ട്. അപ്പച്ചി അവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് 6 പോലീസുകാർ വന്ന് ഭീകരന്മാരെ പിടിക്കുന്ന പോലെ വളഞ്ഞിട്ട് പിടിച്ച് എന്നെ കൊണ്ട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജയിലിൽ കിടന്നു. ചികിത്സിക്കാനോ അല്ലെങ്കിൽ അപ്പച്ചിക്ക് പിന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി കൊടുക്കാനോ ചേട്ടന് പറ്റിയില്ല. അങ്ങനെ അപ്പച്ചീനെ വന്നിട്ട് മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റാതെ അപ്പച്ചി അന്ന് തിരിച്ച് അപ്പച്ചിനെ പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കണേ. എന്നെ നേരെ സ്റ്റേഷനിൽ അവിടെ ഞാനപ്പോ ഓൾഡ് ഏജ് ഹോമിൽ പോയതായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് പിന്നെ ചേട്ടനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടോടുകൂടെ ഞാൻ അന്ന് തന്നെ അവിടുത്തെ സൂപ്രണ്ട് സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇനി ഞാൻ വരത്തില്ല, ഞാൻ എന്റെ ജോലി മതിയാക്കിയാണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു അത് ആദ്യം തൊട്ടേ പറയണ്ട. കാര്യം വൈഫിനെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ വൈഫ് പറഞ്ഞു, ഞാൻ ഈ ജോലിക്ക് കയറിയോണ്ടാണല്ലോ ചേട്ടൻ ഇതെല്ലാം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പത്തൊട്ട് തന്നെ പണ്ട് ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ട്. ഇവക്കിപ്പോൾ ഇനി ഞാൻ പോണില്ല എന്ന് പല പ്രാവശ്യം കഴിച്ചാൽ പിന്നെ ഈ വിഷയങ്ങൾ തുടങ്ങിയപ്പോഴും വീണ്ടും രണ്ടാമത് ഈ ഡോക്ടറിന്റെ വിഷയങ്ങൾ തുടങ്ങുമ്പോഴും വൈഫിന് എപ്പോഴും ഇതാണ് പ്രശ്നം. ചേട്ടന് ഇതുവരെ ഒരു പ്രശ്നം ഈ നാട്ടിലുണ്ടായിട്ടില്ല, ഞാൻ ജോലിക്ക് കയറിയപ്പോൾ തൊട്ട് ചേട്ടന് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ ഈ റിമാൻഡ് ചെയ്ത് അറിഞ്ഞപ്പോൾ പിന്നെ വൈഫ് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ജോലിക്ക് പോയിട്ടില്ല. എനിക്ക് പോരും അത് ഞാൻ ഫെബ്രുവരി 13 ജയിലിലടക്കണം. 2023 ഫെബ്രുവരി 13 ജയിലിലടച്ചു. 20 ജാമ്യം കിട്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ 25-ാം തീയതി പത്രസമ്മേളനം വിളിച്ച് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാം പിന്നെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ബാക്കി. ഇപ്പൊ ഇതിനിടയിൽ വീണ്ടും ഈ KT ജലീലിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ ഇതിനിടയ്ക്ക് KT ജലീലിനെ ഒരു പ്രാവശ്യം കൂടി കാണാൻ പോയിരുന്നു. കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, പിന്നെ അവൾ ആദ്യത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ വോയിസിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, അവനൊന്നും എന്നെ കാണാൻ പാടില്ല, ഞാൻ അവളുടെ ഹസ്ബൻഡിന് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറിന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയി. അപ്പോൾ സാറിനെ കണ്ട് ഈ വിഷയം കണ്ട് സംസാരിക്കുമ്പോൾ അധികം സംസാരിച്ചു. എന്നോട് പറയാം, മേലുദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചേ പോരെ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് മേലുദ്യോഗസ്ഥർ പറയണമെന്ന് അന്വേഷിക്കണ്ടേ? ഈ ജനപ്രതിനിധികൾ അത് അന്വേഷിക്കണ്ടേ? ജനങ്ങളുടെ കാര്യം പിന്നെ ആരാ പറയുക? ഈ അവിടുത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള CPIയുടെ പിന്നെ ലോക്കൽ സെക്രട്ടറിയും അവിടുത്തെ 4-5 പാർട്ടി ലോക്കൽ നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം കൂടി വന്ന് പറയണത് ഇനി മേലൊരു പ്രശ്നം ഇവിടെ ഉണ്ടായി പോയത്. എന്നോട് പറയാം, പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഈ കർഷകരുടെ കാര്യം അല്ലാണ്ട് ഞാനൊരു കാര്യം പറയില്ല. എന്നെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവർ അന്ന് ഒറ്റ സമരം ചെയ്യുള്ളൂ. പിന്നെ അവർ മലപ്പുറത്ത് പോയി കർഷകർ സമരം ചെയ്യാൻ ഞാൻ പറഞ്ഞത് സമരം ചെയ്യാൻ പാടില്ല, സമരം ചെയ്ത് ഞാൻ അന്ന് രാജി കൊടുക്കുമെന്നാണ് പറഞ്ഞു. കാര്യം എനിക്ക് വേണ്ടിയിട്ട് ഈ കർഷകരെ എനിക്കറിയാം. കാര്യം ഈ മിണ്ടാപ്രാണ് ഒരു പശുവിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് പഞ്ചായത്തിലൊക്കെ പോയി സമരം ചെയ്യാം. അതിനപ്പുറം മലപ്പുറം എന്ന് പറയുമ്പോൾ 10-35 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോയി സമരം ചെയ്യുന്നത് പറഞ്ഞാൽ എപ്പോഴും ഫ്രീ ആയിരിക്കും കർഷകർ, പക്ഷേ ഒത്തിരി ദൂരെ ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ടി പെണ്ണുങ്ങൾ പോകും. എനിക്കറിയാം ആ പെണ്ണുങ്ങളും കർഷകരൊക്കെ പോകുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പറഞ്ഞാൽ അവർ പോകും. കാര്യം അത്രയും അവരുടെ ആവശ്യം കൂടിയാണത്. അപ്പോൾ അത് എനിക്ക് വേണ്ടി പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഈ കർഷകരുടെ ബുദ്ധിമുട്ടാന്ന് സമ്മതിക്കാൻ ഞാൻ അവരവിടെ മലപ്പുറത്ത് പോയി സമരം ചെയ്യാനും തയ്യാറായിരുന്നു. പിന്നീട് ഈ അന്ന് പത്രസമ്മേളനം നടത്തി എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ വലിയ രീതിയിലൊരു പബ്ലിസിറ്റി ഒരു ഇഷ്യൂന് കിട്ടി. എന്നിട്ട് പോലും ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഒന്നും ഉണ്ടാവുന്നില്ല. ഈ പത്രസമ്മേളനത്തിന് മുന്നേ തന്നെ സൺഡേ സപ്ലിമെന്റ് പിന്നെ സുപ്രഭാതം പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റ് വരെ വാർത്ത ചെയ്തിരുന്നു. ജെയ്സൺ ചെയ്ത തെറ്റെന്തെന്ന് ചോദിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 പേജ് വാർത്തയുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഈ ഡോക്ടറിന്റെ അനാസ്ഥയും ഈ പിന്നെ കർഷക വിരുദ്ധമായിട്ടുള്ള നിലപാടുകളൊക്കെ അതിനകത്ത് തുറന്നു കാണിച്ചു. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുന്നെയാണ് തിരുവനന്തപുരത്തൊരു സ്ഥലത്ത് 24 ന്യൂസ് കർഷകരുടെ വീട്ടിൽ ചെന്ന് 2-3 പേരുടെ ബൈറ്റ് എടുത്തിട്ട് വാർത്തയായിട്ട് വിത്തിൻ അവേഴ്സ് ഡോക്ടർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, മിനിസ്റ്റർ നടപടി എടുത്തു. ഇവിടെ കർഷകർ എത്രയോ സമരം ചെയ്തു, അവിടെ സംഘടിച്ച് എത്രയോ ആൾക്കാർ സംഘടിച്ച് സമരം. എന്തായി ഇവർ കണ്ടില്ലെന്ന് അടിക്കണം. ഇപ്പൊ ഇപ്പോഴും എനിക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞല്ലാതെ കർഷകരുടെ ഭാഗം ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഒന്ന് കേൾക്കാൻ അവർ തയ്യാറായാൽ അവർക്ക് മനസ്സിലാവും ഈ ഡോക്ടർ എന്തുമാത്രം കർഷകർ. പക്ഷെ അതെല്ലാം സംരക്ഷിക്കപ്പെടുന്ന ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പച്ച കള്ളം പറഞ്ഞൊരു പുരുഷനെ ജയിലിലടപ്പിക്കാൻ സ്വന്തം കീഴ് ദിവസം ജയിലിലടപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പിന്തുണ കിട്ടാതെ പറ്റത്തില്ല. ശരിക്കും ഈ രാജിയിലേക്ക് നയിച്ച ഒരു കാരണമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇത്തരം പീഡനങ്ങളെല്ലാം നേരിടുന്നുണ്ട്. രാജി വെക്കുക എന്നുള്ളൊരു ഡിസിഷൻ അത് വളരെ ഒരു പ്രയാസകരമായിട്ടുള്ളൊരു ഡിസിഷൻ. അതെന്താന്ന് വെച്ചാലേ നമ്മളെല്ലാം നമുക്കൊരു പിന്തുണയില്ലാത്ത, ഞാനിപ്പോൾ സംഘടനകളുടെ പിന്തുണയില്ല, LIമാരുടെയോ ഡോക്ടർമാരുടെ ഡിപ്പാർട്ട്മെന്റ് ആരുടെയും സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയില്ലാത്ത ഞങ്ങൾക്ക് ആകെയുള്ള ശക്തി എന്ന് പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ 100% സത്യമായതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. 1% നമ്മൾ വാസ്തവിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് നമ്മുടെ 99% സത്യത്തെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇവരെല്ലാം പേടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരെ എല്ലാം ഇവരെല്ലാം വരട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ തൊഴിൽ അതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. അതാണ് ഇറ്റും പോകത്തില്ല എന്ന് ഉള്ള അവരുടെ ഒരു അഹങ്കാരം. അതാണ് ആ ഒരു അഹങ്കാരത്തിൻ്റെ ലെവലിലേക്ക് വളരുന്നു. അവരൊരിക്കലും ഇവന്മാർ ഇട്ടും പോകത്തില്ല എന്നുള്ള ആത്മവിശ്വാസം അഹങ്കാരമായി മാറും. നമ്മുടെ മേത്ത് കുതിര കയറാനുള്ള ധൈര്യം കിട്ടുന്നത് അങ്ങനെയാണ്. അത് നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കുമ്പോൾ പിന്നെ നമുക്ക് സഹിക്കാൻ തയ്യാറായാൽ നമുക്ക് സഹിക്കുന്നതിന് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ പിടിച്ച് ശരിക്കും ഈ സിസ്റ്റത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അതായത് നമ്മൾ എനിക്ക് നേരെ ഉണ്ടായ ഈ പരാതിയുടെ പേരിൽ പരാതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് എങ്ങനെ നീതി കിട്ടിയെന്ന് ഉണ്ടെന്ന് മാത്രമല്ല, എന്നെ കൂടുതൽ എങ്ങനെ ഉപദ്രവിക്കാവോ, എന്നെ മാനസികമായിട്ട് തളർത്താവോ, അതുപോലെ ചേട്ടനെതിരെ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ചേട്ടന് വീണ്ടും ചേട്ടനെ വേട്ടയാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ഞങ്ങൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഈ സർക്കാരിനെ സേവിച്ചിട്ട് ഞങ്ങളുടെ ഈ ആത്മാർത്ഥതയും സത്യസന്ധതയൊന്നും സർക്കാരിന് വേണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ ഞങ്ങൾക്കും ജോലി ചെയ്യാൻ താല്പര്യമില്ല. ആ ഒരു ഉറച്ച തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. രാജിവെച്ചത് ഈ ഫെബ്രുവരി 27-ാം തീയതി. ശരിക്കും ഈ ഒരു സ്ത്രീപക്ഷ സർക്കാർ എന്നൊക്കെ വലിയ രീതിയിൽ പ്രഘോഷിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. വൈഫിനെ പുറത്തിട്ട് ഗേറ്റിട്ട് അടക്കുന്നില്ലേ, ആ സമയത്ത് അവിടുത്തെ പിന്നെ ആ ഓൾഡ് ഏജ് ഹോമിന്റെ മതിലും പതിക്കാനുണ്ട് സ്ത്രീപക്ഷ സിവിൽ സർവീസ് ജോയിന്റ് കൗൺസിലറുടെ. ഭയങ്കര തമാശയാണ് ഇതെല്ലാം. എൻജിഒ യൂണിയൻ നേതാവ് വന്നിട്ട് എന്നെ ഒരു ദിവസമെങ്കിലും ഒന്ന് അവിടെ സ്ഥാപനത്തിൽ വന്ന് ഈ സൂപ്രണ്ടിനോട് സംസാരിക്കും. ഒന്നും ഒരു കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വന്നിട്ടില്ല. ഈ പരാതിയായിട്ട് പോയപ്പോൾ വലിയ സപ്പോർട്ടൊക്കെ തന്നെ. പക്ഷേ ഇതിൻ്റെ പിറകിൽ KT ജലീലാണെന്ന് അറിഞ്ഞോടുകൂടെ എല്ലാവരും ഞങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളോട് നല്ല അനുഭവമുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഉള്ള ആളാരാണെന്ന് കാണുമ്പോൾ ഉടനെ എല്ലാവരും നിസ്സഹായരാണ്.
ശരിക്കും ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയല്ലേ മേഡം കടന്നുപോയത്. മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു, ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടിക്കുന്നു, ഒപ്പം മേഡത്തിൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഹസ്ബൻഡിന് കൊടിയ മാനസിക പീഡനം. ശരിക്കും ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു പക്ഷപാതരഹിതമായി പ്രവർത്തിക്കേണ്ടതാണ് സർക്കാർ ഉദ്യോഗസ്ഥരും ഭരണകൂടത്തിരിക്കുന്നവരും. അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച തന്നെയല്ലേ മേഡത്തിൻ്റെ ഒരു വിഷയത്തിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അന്ന് ആ കടന്നുപോയൊരു കഷ്ടതകളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ശരിക്കും? അത് ഞാനതെങ്ങനെ തരണം ചെയ്തു എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആ ഒരു ഇതിലൂടെ പോകുമ്പോൾ സാധാരണ ആളുകൾ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അതാണ് ചെയ്യണത്. അപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഈ താല്പര്യത്തിന് എന്തിനാണോ അതിന് വഴങ്ങിക്കൊടുക്കും. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് കരുത്തായിട്ട് ഉണ്ടായതും. ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാനും ഞങ്ങളുടെ സത്യം വിളിച്ചു പറയാനും അതുവഴി ഞങ്ങൾ സഹനം സ്വീകരിക്കാനും ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയത് ഞങ്ങളുടെ ഈ ക്രിസ്തീയ വിശ്വാസം തന്നെയാണ്. ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയോ ആ ഒരു കാലഘട്ടത്തിൽ? പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഒരുപാട് നേരം ചെലവഴിച്ചിട്ട് വരുമ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മോന് ഒരു ഇതാണ്. ഇപ്പം പക്ഷെ ഞങ്ങൾ ചുരുക്കമായിട്ടുള്ള പ്രാർത്ഥന, പക്ഷേ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിനുള്ള പ്രാർത്ഥനയും ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥന ഇപ്പോഴും ഉണ്ടായിരുന്നു. ബൈബിളിലൊരു എനിക്കെന്തോ അത് പ്രിയപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. അവനെ ബൈബിളിനെ കുറിച്ച് ചോദിക്കാൻ, ബൈബിള് അവൻ്റെ കുട്ടികളുടെ ബൈബിള് ഏറ്റവും സെറ്റ് ബൈ ഹാർട്ടാണ്. നന്നായിട്ട് ചെറുപ്പത്തിലേ വായിക്കുമായിരുന്നു. ഒരു 4 വയസ്സായപ്പോഴത്തേക്ക് വായിച്ചു തുടങ്ങുമായിരുന്നു. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത് ബൈബിൾ വായിക്കാൻ. ഇത് ചോദിച്ചാലും അറിയാം. അപ്പം ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ നമ്മൾ ഈ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഈ ഒരു അഭിമുഖത്തിൽ ലാസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു സംശയം, ഇത്രത്തോളം വലിയൊരു ഭരണകൂടത്തിൽ നിന്നുള്ളൊരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളത് വ്യക്തമാണ് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്. അപ്പോൾ ശരിക്കും ഈ സൂപ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? സൂപ്രണ്ട് ഞങ്ങൾ അറിഞ്ഞത് അദ്ദേഹം MK മുനീറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു, മിനിസ്റ്റർ ആയിരുന്നപ്പോൾ. പിന്നെ ജലീലിൻ്റെ വോയിസിലും ജലീൽ പറയുന്നുണ്ട് ഓൻ വലിയ ലീഗുകാരനെന്നാണ് പറയുന്നത്. പക്ഷേ ആ ലീഗ് ഇദ്ദേഹം അവിടെ സൂപ്രണ്ടായിട്ട് വർത്തിച്ചിട്ടിരുന്നപ്പോൾ അദ്ദേഹം എല്ലാ രാഷ്ട്രീയത്തെയും കൈകാര്യം ചെയ്യും. പണ്ട് ഞങ്ങൾ സൂപ്രണ്ട് ഓൾഡ് ഏജ് ഹോം അടിക്കുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം ഒരു 4-5 അന്തേവാസികൾ മരണപ്പെട്ടത്. പ്രതിപക്ഷ സംഘടനകളുടെ ഒരു സമരം അവിടെ നടന്നിരുന്നു. ആ സമരത്തിലെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. ആ മാധ്യമങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ സില്ലിയായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന മാധ്യമങ്ങളെ. അപ്പോൾ അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു. കാര്യം പെട്ടെന്ന് തന്നെ പ്രതിഷേധമൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായി. ഇദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും സ്വാധീനം ഉണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരും. ഇദ്ദേഹം ജലീലിൻ്റെ സഹപാഠിയാണെന്ന് അവിടെ ചെന്നപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും എടുത്ത് പറയുന്നതാണ്. നമുക്ക് സഹപാഠിയാണോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ജലീലിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കാര്യം അന്ന് ഈ മിനിസ്റ്ററായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് ആ 4 മണിയോടെ അടുപ്പിച്ച് സ്ഥാപനത്തിൽ വരുമ്പോൾ ഫെബ്രുവരി 1-ാം തീയതി വരുന്നുണ്ടല്ലോ. വന്ന് ജലീൽ വരുന്നു, ജലീലിൻ്റെ കൂടെ വൈഫ് പുറകെ ചെല്ലുന്നു. ഈ കരീം എന്ന് പറഞ്ഞ സൂപ്രണ്ടാണ്, സൂപ്രണ്ട് ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. ജലീൽ ചെന്നിട്ട് ഈ സൂപ്രണ്ട് എഴുന്നേറ്റില്ല. സൂപ്രണ്ട് കൂടെ ചെന്നിട്ട് ആ കരീം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു മിനിസ്റ്റർ. അപ്പം ബന്ധം നമുക്ക് ഊഹിക്കാമല്ലോ, അതാണ് ബന്ധം. പിന്നീട് ഈ മലപ്പുറത്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത്. ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു നീതി ലഭിക്കില്ല എന്നുള്ളൊരു തോന്നൽ കാരണമാണോ പിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇടയായൊരു സാഹചര്യം? മലപ്പുറത്ത് അവിടെ സാധാരണ ജനങ്ങളുടെ ഇപ്പോൾ ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ സാധാരണ ജനങ്ങളുടെ വികാരമെല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷെ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ആണ് അവരൊക്കെ. ആർക്കും വിശ്വസിക്കുക, അല്ലെങ്കിൽ നടപടി വരേണ്ട സമയം കഴിഞ്ഞു ഡോക്ടർക്കെതിരെ. അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ഈ അധികാരവർഗത്തിൻ്റെ ഇടപെടൽ, അതാണ് അവർ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു നീതി നിഷേധം ഞങ്ങളുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പം അർത്തുങ്കലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇനി മുന്നോട്ടുള്ളൊരു ജീവിതം എങ്ങനെയാണ്? കാരണം ജോലി നഷ്ടപ്പെട്ടു, ഒരു വരുമാന മാർഗമില്ലാത്തൊരു അവസ്ഥ. എങ്ങനെയായിരിക്കും ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു നല്ലൊരു വിശ്വാസി ആണെന്നാണ് ഞാൻ കരുതുന്നത്. അത് സാധാരണ ഇപ്പം നമ്മുടെ പരമ്പരാഗത ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ ഒരു വിശ്വാസത്തിനപ്പുറം, പള്ളി നമ്മൾ പോകുന്നതാണ്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ട് അപ്പുറം. പക്ഷേ നമുക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനൊരു മാതൃകയുണ്ടല്ലോ. ഇല്ല, നമുക്കിപ്പോൾ അതിലും വലിയൊരു കരുത്ത് നമുക്ക് വേണ്ടല്ലോ. ഇനി നമുക്ക് എന്താ സഹിക്കാൻ പറ്റാത്തത്?
എന്തും സഹിക്കാം. അതിനുള്ള അത് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് പിന്തുടരാൻ തന്നെയാണ് ഞങ്ങൾ. സഹനത്തിലൂടെ ഈ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സഹനത്തിന് സർക്കാർ മറുപടി പറയേണ്ടി വരും. ഞങ്ങളുടെ തലമുറ കഴിയുന്നതിന് മുന്നേ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് കാര്യം സഹനത്തിന് ഫലം ഉണ്ടാകും. ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്ന മരണശേഷമാണെങ്കിലും ക്രിസ്തുവിൻ്റെ മരണശേഷമാണെങ്കിലും ആ അധികാരി വർഗത്തിന് സമാധാനം പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ അത്രയും വലിയ പീഡനം നമുക്ക് എന്തായാലും മരിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇതൊരു അങ്ങനെ അതുമായിട്ട് തട്ടി നമുക്കൊരു പീഡനമേ അല്ല, ശരിക്കും ഞങ്ങൾക്കൊരു സന്തോഷമാണ് ശരിക്കും. കാര്യം ജീവിക്കാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ച കാലങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, ആ സ്ട്രഗിൾ ചെയ്ത കാലമായിരിക്കും നമ്മുടെ ഓർമ്മയിലേക്ക് വരിക, ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ ഇനിയും നമുക്ക് ഭാവി കുറച്ച് കാലം കൂടി കഴിഞ്ഞ് നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ജീവിച്ച കാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലമായിട്ട് ഇത് മാറും. ജീവിക്കാനുള്ള പേടിയില്ല. അപ്പൊ ഇനി എന്ത് ജോലി ചെയ്ത് മുന്നോട്ട് പോകാനാ മേസ്ത്രി പണിയാണ് അത് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ സർവീസ് കയറുന്നതിന് മുന്നേ പിന്നെ കടലിലും കായലിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ മേസ്ത്രി പണി ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ തൊഴിൽ നിഷേധം എന്തായാലും വരത്തില്ലെന്ന് കരുതാം. ശരിക്കും ഈ 1 ലക്ഷം രൂപയോളം മാസം ശമ്പളം കിട്ടിയ ഒരു സ്ഥാനത്ത് നിന്ന് ഒരു കൂലിപ്പണി അല്ലെങ്കിൽ ഒരു മേസ്ത്രി പണിയിലേക്കൊക്കെ ജീവിതം മാറുമ്പോൾ അത് വലിയൊരു വേദന അല്ലെങ്കിൽ അതിന് ഞങ്ങൾ ഒരുക്കി. ഇത് ഞങ്ങൾ ഈ സർക്കാർ സംവിധാനത്തെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ബോധ്യമായപ്പോൾ, ആത്മാഭിമാനത്തോടെ നമുക്ക് സർവീസിൽ തുടരാൻ അവർ സമ്മതിക്കത്തില്ലെന്ന് ബോധ്യമായപ്പോൾ നമ്മൾ ഇവരെ നമ്മളും വെല്ലുവിളിക്കാൻ തുടങ്ങി. പരസ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് നമ്മൾ നമ്മുടെ ബഡ്ജറ്റ്, ഞാൻ ആദ്യം കാർ വിറ്റിട്ട് ചെറിയ ചെറിയ ലോണൊക്കെ ക്ലോസ് ചെയ്തു. പിന്നെ വീട് വിൽക്കാനുള്ളത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കണം. എല്ലാം വിറ്റിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ പിന്നെ ബഡ്ജറ്റ് നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മതി, നമുക്ക് പറ്റും. പിന്നെ ഞാനിപ്പോൾ പൊതുഗതാഗതമാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണൊക്കെ കുറേ അങ്ങ് മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാം പറ്റും. ജീവിക്കാൻ ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല. ജീവിക്കണമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ എത്ര കിട്ടിയാലും മതിയാകില്ല. ഞങ്ങളുടെ കണ്ണിലൂടെ തന്നെ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളെ നോക്കി കാണുന്നു. ഇപ്പോൾ പുതിയ വീട് ഇവിടെ വെക്കാനൊക്കെ പ്ലാൻ ഉണ്ട്? പുതിയ വീട് കുടുംബ വീടായിട്ടൊരു 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ ഒരു വീട് ഈ 2 മാസത്തിനുള്ളിൽ തീർക്കും. ജൂണിന് മഴ തുടങ്ങുന്നതിന് മുമ്പേ വീടിൻ്റെ പണി തീർത്തിട്ട് അങ്ങോട്ട് താമസം മാറ്റിയിട്ട്, ഇപ്പോൾ ഇത് വൈഫിൻ്റെ വീടാണ്, താമസം മാറ്റി വെച്ചും പിറ്റേന്ന് മുതൽ ഞാൻ പണിക്ക് പോയി തുടങ്ങും. പണി അപ്പച്ചന് അങ്ങനെ തന്നെ. അപ്പച്ചൻ അതാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നേക്കണേ. മരിക്കുന്നത് വരെ അപ്പച്ചൻ അധ്വാനിക്കുമായിരുന്നു, തൊഴിലുറപ്പിനൊക്കെ പോകുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 6 മക്കളുണ്ട്. 6 മക്കളിൽ 6 പേര് സർക്കാർ സർവീസിലുണ്ട് എൻ്റെ വീട്ടിൽ. എന്നാൽ പോലും അപ്പച്ചന് ഒരു വെറുതെ ഇരിക്കത്തില്ലായിരുന്നു, എന്തെങ്കിലും പണിയെടുക്കുമായിരുന്നു. തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുമായിരുന്നു അപ്പച്ചൻ. അപ്പോൾ അധ്വാനിച്ച് ജീവിക്കുന്നതാണ് അപ്പച്ചൻ കാണിച്ചു തന്നേക്കണേ. അത് തന്നെയാണ് ഈ കായിക അധ്വാനമുള്ള തൊഴിൽ ഒരു പിന്നെ അപമാനമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. ഈ സർക്കാർ സർവീസ് നമ്മൾ അവിടെയാണെങ്കിലും അതെ, നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ മാഡം ഈ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ ഈ ഭരണ തലപ്പത്തുള്ളവരോട് മാഡം അനുഭവിച്ച ഈ തിക്താനുഭവങ്ങളുടെയൊക്കെ ഒരു വെളിച്ചത്തിൽ എന്താണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ? അല്ല, ഇപ്പം ഈ സമകാലിക ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ICUയിൽ പോലും ഒരു സുരക്ഷയില്ല. അപ്പോൾ ഈ ഭരണാധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ സ്ത്രീകൾക്ക് എല്ലാവിധ സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കയറിയത്. പക്ഷെ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഇവരൊന്ന് പരിശോധിക്കേണ്ടതാണ്. ജെയ്സനേട്ടാ എന്താ വേണം, പ്രത്യേകിച്ച് നമ്മൾ ഈ വിശുദ്ധ വാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധ വാരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് നമ്മെ കാണിച്ചു തന്ന ഒരു ക്ഷമയുടെ വലിയൊരു ഉദാത്തമായൊരു മാതൃകയുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രമാത്രം വലിയ പീഡനങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിട്ട ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണ തലപ്പത്തുള്ളവർ, മന്ത്രിമാരടക്കമുള്ള ചിലർ, വലിയ വേദനയാണ്, സമാനതകളില്ലാത്തൊരു വേദനയാണ് നിങ്ങളുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് സ്ത്രീ എന്ന നിലയിൽ മേഡവും ഒപ്പം ജയസേട്ടനും ഒക്കെ അനുഭവിക്കേണ്ടി വന്നത്. ജോലി, ഒരു സർക്കാർ ജോലി, വേറൊരു ജോലിയല്ല, സർക്കാർ ജോലി തന്നെ രാജിവെച്ച് ഒരു കംഫോർട്ട് സോണിൽ, നേരത്തെ ജയസേട്ടൻ പറഞ്ഞ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് മാറി ഒരു സ്വന്തം ദേശത്തേക്ക് വരുന്നു. ഇനി പുതിയ വീട് പണിയണം, മേസ്ത്രി പണി അല്ലെങ്കിൽ കടൽ പണിക്കൊക്കെ പോയിട്ട് വേണം ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത്രയോത്തോളം ക്രൂരതകൾ ചെയ്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം ക്രൂരതകൾ ചെയ്ത വ്യക്തികളോട് ഈ ഒരു ഘട്ടത്തിൽ ക്ഷമിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുമോ? ഞങ്ങൾക്ക് ക്ഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അവരോട് ഞങ്ങൾക്കൊരു വിദ്വേഷമില്ല, സത്യം. കാര്യം എന്ത് ഫീലിംഗ് ഉണ്ടെങ്കിലും അപ്പോൾ തുറന്ന് പറയുന്നൊരു അപ്പച്ചനും അതെ, അപ്പച്ചൻ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് തോന്നില്ല. ഇപ്പോൾ പിന്നെ ജോർജിയോട് സംസാരിക്കുമ്പോൾ ജോർജിനോട് എനിക്ക് എന്തെങ്കിലും ആ സമയത്ത് തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് എൻ്റെ മനസ്സിലിട്ടേക്കത്തില്ല. അത് എന്നോട് പരിചയമുള്ള ഈ നാട്ടുകാരോ ഞാൻ ഈ വർക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചറിയാം. എന്ത് ഫീലിങ്സ്, നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സ് മനസ്സിലിട്ടേക്കത്തില്ല. നമ്മൾ തുറന്ന് പറയുന്നു, ആരോടും വിദ്വേഷമില്ല. ഞാനിപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെത്തണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടി ഇവിടെ
ചിലപ്പോൾ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുക. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങൾ കരുതുന്ന അങ്ങനെ. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ അവരൊരു കരുക്കളായി മാറുന്നതാണ്. ഈ ഇപ്പോൾ ജലീലാണെങ്കിലും ഈ പിന്നെ ഡോക്ടറാണെങ്കിലും ഇതെല്ലാം പദ്ധതിയിലാണ് ദൈവത്തിൻ്റെ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നടപ്പാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കപ്പെട്ടു. അവർക്ക് കുറച്ച് ഇമേജ് ഡാമേജും ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് നഷ്ടമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതിന് അവരോടാണ് ഞങ്ങൾക്ക് ക്ഷമ ചോദിക്കാനുള്ളത്. ഇതിൻ്റെ ഞങ്ങളുടെ ഈ തരത്തിൽ ഞങ്ങൾ ശരിയായ ജീവിതത്തിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ അവർക്ക് കുറച്ച് ഇമേജ് ഡാമേജ് വന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾ അവരോട് വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം. കാര്യം ഞങ്ങളിവിടെ എത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മേഡത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജോലി രാജിവെക്കേണ്ട ഒരു സാഹചര്യം, ഭർത്താവിനേറ്റ പീഡനം, ഒപ്പം തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പം രാത്രി താമസിക്കാമെന്നോ എന്നുള്ള രീതിയിൽ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത്തരം വ്യക്തികളോടൊക്കെ മേഡത്തിനും ഒരു ക്ഷമിക്കാൻ തയ്യാറാണോ മേഡം? ഞാനത് ക്ഷമിച്ചു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ വനിതാ കമ്മീഷൻ വഴി പരാതി കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ സൂപ്രണ്ടിന് ക്യാൻസറാണ് എന്നറിഞ്ഞു. 18 കീമോ കഴിഞ്ഞെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നെ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അതിന് പിരിവൊക്കെ കൊടുത്തായിരുന്നു. നമ്മളതൊക്കെ ക്ഷമിച്ച് നമ്മൾ എല്ലാം സഹിച്ച് നമ്മൾ വിട്ടിട്ട് പോകുന്നതാണ്. നമ്മളായിട്ടൊന്നും ആർക്കും ആരെയും ശിക്ഷിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുന്നു. ദൈവമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ദൈവം തന്നെയാണ് എല്ലാം. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരോടും പരിഭവം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ദൈവം തന്നത് ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യും. വ്യക്തിപരമായിട്ട് ആരോടും പരിഭവമില്ല, പക്ഷെ സിസ്റ്റത്തിലുള്ള അനീതിക്കെതിരെ ഇനിയും പോരാടും. വ്യക്തിപരമായിട്ട് ആരോടും ഇല്ല. അവരിതിൻ്റെ ഭാഗമായി അവർക്ക് ഒരു ഇമേജ് ഡാമേജ് വന്നതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്ക് അവരോടുണ്ട്. അത് എങ്ങനെ അവരിപ്പോൾ സൂപ്രണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ക്യാൻസർ ചികിത്സയിലാണ് ആളിപ്പോൾ വൈഫിനെ ശാരീരികമായിട്ടൊന്നും കയറി പിടിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ അയാളുടെ ഭാഗത്ത് തെറ്റുപറ്റി ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താതെ ഞങ്ങളൊരു വ്യക്തികളായിട്ട് പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ അന്നേ ഉണ്ടായി പ്രശ്നം പരിഹരിക്കപ്പെടും. എല്ലാവരും വന്ന് ഞങ്ങളങ്ങ് ഭീഷണിപ്പെടുത്തുക. ആരും ഞങ്ങളെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു പരിഗണന തരുന്നില്ല. ആരും ചോദിക്കാനും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഏതോ ഇവിടുന്ന് വന്ന ആ രീതിയിൽ ഞങ്ങളെ കാണുന്നതുകൊണ്ട് പ്രശ്നം മുക്ക് വരും. അതുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് വഴങ്ങി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവരെവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ അതായത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർ എന്നുള്ളൊരു ബ്രാൻഡഡ് ആക്കി അല്ലേ? അങ്ങനെ ആ ഒരു സമീപനം ആയതുകൊണ്ടാണ് നമ്മുടെ ആത്മാവുമായിട്ട് വെല്ലുവിളിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് പ്രതികരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾക്ക് അവരോട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നതാണ്. ഇതിനകത്ത് അവരോട് ഒരു ദേഷ്യവും വ്യക്തിപരമായിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ചില കമൻറ്റുകളൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സങ്കടമാണ് അവരോട് കാര്യം. പക്ഷെ അത് സങ്കടത്തിന് അത് അർഹിക്കുന്നത് എന്താണോ സംഭവിക്കുന്നത് നടക്കേണ്ടതാണ്. എന്നാൽ പോലും നമുക്ക് അവരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് അവരോട്. ഇപ്പൊ ഇങ്ങനെ ഞങ്ങളെ ഇവിടെ എത്തിച്ചേരുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി അവര് മാറിയതില്ലല്ലോ. നന്ദി പറയാ ശരി, ക്ഷമയല്ല നന്ദി പറയുന്നു. ഇപ്പൊ ഞങ്ങൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതാനുഭവങ്ങള് ആണല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യത്തിൽ. അപ്പൊ ഞങ്ങക്ക് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്രയും അനുഭവങ്ങളും അതുപോലെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത വീട്ടിലുള്ള ആൾക്കാരോട് പോലും എനിക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഒരു വൈക്ലഭ്യം, ഒരു ഷൈയും ക്യാരക്ടറാണ്, ഒരു അകത്തൊളിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഒരു ഇതുണ്ടായത് എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മോനാണെങ്കിലും ഇപ്പൊ നമ്മള് എനിക്കിപ്പോൾ മോൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോണു. അവനൊരു അല്ലലുമില്ല. അവൻ അല്ലലില്ലാതെ വളർന്നു വരുമ്പോൾ അവൻ്റെ ഭാവി എങ്ങനെയാവും, അവൻ എങ്ങനത്തെ ഒരു കുട്ടിയായി തീരും. പ്രത്യേകിച്ച് ആൺകുട്ടിയാണ്. അപ്പോൾ വഴിതെറ്റി പോകുമെന്നൊക്കെ എനിക്കൊരു ഭയമായിരുന്നു. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് ഞങ്ങളുടെ കുട്ടീനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം നമ്മളുടെ സാമ്പത്തിക ഞെരുക്കൊണ്ടെങ്കിലേ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്യവും ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ഒത്തൊരുമയും ഒക്കെ ഉണ്ടാവുള്ളൂ. പ്രതിസന്ധിയിലാണ് ഐക്യം ഒരുമ ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ അതെപ്പോഴും ബോധപൂർവം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അവനാണ് ഈ സാഹചര്യം ഏറ്റവും കൂടുതൽ അനുകൂലമാകാൻ പോകുന്നത്. അതിപ്പോൾ പൊതുസമൂഹം നോക്കി കാണുമ്പോൾ വേറെ രീതിയിലായിരിക്കാം കാണുന്നത്, സഹതപിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ തീരുമാനത്തിൻ്റെയും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എൻ്റെ കുട്ടിയായിരിക്കും. അവന് അത്രയും അനുഭവങ്ങൾ കിട്ടും. നമുക്ക് പറഞ്ഞു കൊടുത്ത് പലതും പഠിപ്പിക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണല്ലോ കുട്ടികൾ പെട്ടെന്ന് ഉൾക്കൊള്ളുക.
തീർച്ചയായും ഇപ്പോൾ വളരെ ദീർഘമായി തന്നെ നമ്മൾ സംസാരിച്ചു. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒരു പീഡനത്തിൻ്റെ ഇരകൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും, ജെയ്സേണ്ണും അനിത മേഡം. പക്ഷേ അത്രത്തോളം ക്രൂരതകൾ കാണിച്ച വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് തന്നെയാണ് ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകുവാൻ സാധിക്കുന്ന വലിയൊരു മാതൃക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജെയ്സേണ്ണും അനിത മേഡം പറഞ്ഞോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളുണ്ടായി, പക്ഷേ അതൊരു അനുകൂലങ്ങളായി കാണുന്ന ഒരു മനോഭാവം, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു മനോഭാവം ഇനിയും തുടർന്നും നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ജീവിതത്തിന് എല്ലാ ആശംസകളും. ഒപ്പം തന്നെ അനീതിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുവാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഒപ്പം തന്നെ നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് ഒരു മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ദൈവം അവരെയും നടത്തട്ടെ എന്ന് ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമയം ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകം